അപ്പോൾ എല്ലാവർക്കും എജുവൈസ് അക്കാഡമിയുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ മറ്റു ഇൻട്രഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് PYQs നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്, ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാണ്ട്, മറ്റു ഡിസ്കഷൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയണമെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ, അത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള 2023 ഡിസംബർ പ്രാവശ്യം നടന്നിട്ടുള്ള നെറ്റ് എക്സാമിന്റെ ലോജിക്കൽ റീസണിങ് ഭാഗത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഏതായാലും എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നു പറഞ്ഞേ. കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് ലോജിക്കൽ റീസണിങ്ങിന് ഭാഗം എന്ന് പറയുമ്പോൾ കുറെ ആളുകൾക്ക് നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ യൂണിറ്റ്സ് നോക്കും, ജനറൽ പേപ്പറിന്റെ യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞവരുണ്ടാകും, ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകും, ടീച്ചിങ് ഫീൽഡിലുള്ളവരുണ്ടാകും. നമ്മുടെ ഒരു കരിയറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണലിന്റെ ഭാഗമായിട്ട് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഈ വക ഭാഗങ്ങളൊക്കെ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന്, അതൊക്കെ നമ്മൾ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് നമ്മുടെ ചുറ്റുപാടത്തായിട്ട് നമ്മൾ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. അതേ സമയത്ത് മാത്തമാറ്റിക്കൽ റീസണിങ് ആണെങ്കിലും നമുക്ക് അത്ര താല്പര്യമില്ലെങ്കിലും നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്നും വലിയ വലിയ ക്ലാസ്സിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഭാഗമായിട്ട് നമ്മുടെ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് ഇല്ലാത്ത ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. അതുകൊണ്ട് നമുക്ക് പല ആളുകൾക്കും ലോജിക്കൽ റീസണിങ് മാറ്റി വെക്കുന്ന ഒരു ട്രെൻഡ് സാധാരണയായി കാണാറുണ്ട്. അപ്പൊ ഞാനിപ്പോ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് നിരന്തരം വിളിക്കുമ്പോൾ അവരൊക്കെ പറയണത്, സാറേ നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ഒരിക്കലും കഴിയില്ല, അത് മാറ്റി വെക്കാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ JRF ആണ് നമ്മൾ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ലോജിക്കൽ റീസണിങ് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റൂല. മാത്രമല്ല, മാറ്റി വെക്കേണ്ട ഒരു വിഷയമേ അല്ല ലോജിക്കൽ റീസണിങ്. കാരണം എന്താന്ന് വെച്ചാല് കോൺസെപ്റ്റുകൾ മനസ്സിലായാൽ കുറച്ചുള്ളൂ സിലബസ്, കുറേ ഇല്ല. മറ്റു വിഷയങ്ങളൊക്കെ കുറേ സിലബസുകളുണ്ട്, ലോജിക്കൽ റീസണിങ് കുറച്ചുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണിക്കാൻ പോകും. ആ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യു ഷുഡ് ബി വെരി വെരി ഹാപ്പി. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് അത്രേ UGC ചോദിക്കാൻ കഴിയുള്ളൂ. ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാന്നല്ലാതെ UGCക്ക് വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. കാരണം അത്രയും കുറഞ്ഞ സിലബസ് അതിലുള്ളൂ, നമ്മൾ ലോജിക്കൽ റീസണിങ്ങിലുള്ളൂ. അപ്പൊ ചെറിയ ഭാഗമാണ്, കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് ലോജിക്കൽ റീസണിങ്ങിലെ ആ 10 മാർക്കും 5 ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ സ്ക്രീൻ കാണണ്ടല്ലോ അല്ലെ? അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് വെച്ച് തുടങ്ങാം. ഞാൻ ഇനി വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയണില്ല. നമ്മള് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന് കാണണ്ടല്ലോ, ക്ലിയർ ആയിട്ട് കാണണ്ടല്ലോ അല്ലെ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ എന്നിട്ട് ആൻസർ ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ചെയ്തിട്ടാ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കണില്ല, നിങ്ങൾ സ്റ്റെപ്പ് ഉണ്ടാച്ചിട്ടാണ്, നിങ്ങൾ തന്നെ ഫസ്റ്റ് വായിച്ചു നോക്കി. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദ്യം ആദ്യം മനസ്സിലാക്കാം. ലോജിക്കൽ റീസണിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം എക്സാമ്പിൾസ് ഒക്കെ ഒന്നായിരിക്കും, റെക്ടാങ്കിൾ, സ്ക്വയർ, ഇതൊക്കെ തന്നെ ആയിരിക്കും ഇനിയും എക്സാമ്പിൾ ചോദിക്കുക. അപ്പൊ നമ്മൾ ആ മുമ്പ് കണ്ട ഒരു ചോദ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഉത്തരം എഴുതരുത്. ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുക. ആൻസർ കിട്ടിയാൽ അങ്ങനെ ഷെയർ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ സാധാരണ എല്ലാ ക്ലാസ്സിലും ഞാൻ നമ്മൾ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്ന മാതിരി, നിങ്ങൾ നെറ്റ് എക്സാമിന് നമ്മൾ ഈ ക്ലാസ്സിന് വരുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ അതിലൊരു പേനയും പേപ്പറും ഉണ്ടായിരിക്കണം. നമ്മൾ വർക്ക് ചെയ്ത് നോക്കി തന്നെ വേണം. അപ്പൊ സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് കുറെയൊക്കെ നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യനും ഒന്ന് എന്നിട്ട് അതിന്റെ ആൻസറൊക്കെ ഒന്ന് എഴുതി വെക്കും, നമുക്ക് അതിന് ഉത്തരം കിട്ടും. ആൻസർ കിട്ടിയവരെ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ലബീബ സി ആണ്. മുഹമ്മദ് റിയാസ് A ആണ്. ഡിഫറെന്റ് ആൻസേഴ്സ് ആണ്. ഡിഫറെന്റ് ആൻസേഴ്സ് ആണെങ്കിൽ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണോ ഒന്നും കൂടി നോക്കി നോക്കട്ടോ. 1, 2, 3, 4 ABC ഇട്ടാലും മതി, കൺഫ്യൂസർ ആവണ്ട. നമ്മൾ ഓപ്ഷൻസ് അതാണെങ്കിൽ അതന്നെ ഇടാൻ ശ്രമിക്കട്ടോ.
1 2 3 4 എന്നാകുമ്പോ അപ്പൊ ബി എന്നാണെങ്കിൽ 2 ഇടാൻ ശ്രമിക്കും. കുഴപ്പമൊന്നുമില്ല, ബെറ്റർ അതാണ്. അപ്പൊ നമുക്കിപ്പോ എയും ഒന്നാമത്തതാണ് കറക്റ്റ് എന്നുള്ള ഉത്തരം വന്നു, രണ്ടാമത്തതാണ്, മൂന്നാമത്തതാണ്. 3 ഓപ്ഷൻസും ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ട് അല്ലെ. എന്റെ വോയിസിൽ ബ്രേക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പൊ പറയണേ, ചാറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ പറയാം. നമ്മുടെ ചോദ്യം എന്താണ്? സം റെക്ടാംഗിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്. ഇതല്ലേ സ്റ്റേറ്റ്മെന്റ്. സം റെക്ടാംഗിൾസ് ആർ നോട്ട് സ്ക്വയർ എന്നുള്ളത് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ അക്കോർഡിംഗ് ടു ദ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി ഇമ്മീഡിയറ്റ്ലി ഇൻഫേർഡ് ടു ബി ഫാൾസ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ട്രൂ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സം റെക്ടാംഗിൾസ് ആർ നോട്ട് സ്ക്വയർസ് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അത് ട്രൂ ആണ്. ഇത് ട്രൂ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫാൾസ് ആകാൻ സാധ്യതയല്ല, നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ്? ഇത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആവാൻ, ഇതിൽ നാലാമത്തെ ഒന്ന് ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആവാൻ ഉള്ള നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും. ഇതില് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ അറിയുന്നവരൊന്ന് പറഞ്ഞാണ്. അറിയുന്നവരൊന്ന് ചാറ്റ് ബോക്സിൽ പറയോ. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ആ പാഠം കേട്ടിട്ടുണ്ട്, അല്ലെ ഞാനൊക്കെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാൻ പറയാച്ചിട്ടാണ്. ഞാൻ ആ പാഠം കേട്ടിട്ടുണ്ട് എന്നുള്ള. അപ്പൊ നമുക്കൊന്ന് പറയാം അല്ലെ. ഓക്കെ ഞാൻ പറയാം. അപ്പൊ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ, എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ഞാൻ വീണ്ടും ചോദിക്കണത്, കറണ്ട് പോക്കും ഒക്കെ ഉണ്ടാകും, അപ്പൊ നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലെ? ആ ഓക്കെ ഗുഡ് താങ്ക് യു. അപ്പൊ നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്താന്ന് പരിചയപ്പെടാം. അതായത് നമുക്ക് സില്ലോജിസം പഠിക്കുന്ന സമയത്തെ നമ്മളിപ്പോ എന്തിനാണിത് പഠിക്കണത്? എന്താണ് ഒരു വാദം ഉന്നയിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇത് നീ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്നൊക്കെ നമ്മൾ ലോജിക്കലി നമ്മൾ ആ സാധനത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലോജിക് റീസണിങ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ 2 തരത്തിൽ ഇൻഫറൻസ് ഉണ്ട്. ഇൻഫറൻസ് എന്നാല് നമുക്കൊരു കാര്യം കിട്ടിയാൽ, ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സോക്രട്ടീസ് എല്ലാ മനുഷ്യരും, നമ്മൾ സാധാരണ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, എല്ലാ മനുഷ്യരും മരിച്ചു പോകും എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നത് സോക്രട്ടീസ് മനുഷ്യനാന്ന് പറയുന്നു. ഈ 2 പ്രമിസുകൾ കിട്ടിയാൽ, ഈ 2 സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ എനിക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് മൂന്നാമത്തെ ഒരു കാര്യം പറയാൻ പറ്റും, എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതിനാണ് ഇൻഫറൻസ് എന്ന് പറയാം. അപ്പൊ എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നവരാണ്, സോക്രട്ടീസ് മനുഷ്യരാണ് എന്നൊരാള് 2 കാര്യം പറയുകയാണെങ്കിൽ മൂന്നാമതായിട്ട് എനിക്ക് പറയാൻ പറ്റും, അപ്പൊ സോക്രട്ടീസ് മരിച്ചു പോകും എന്നെനിക്ക് പറയാൻ പറ്റും, ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഈ വക സാധനത്തിനാണ് ഇൻഫറൻസ് എന്ന് പറയാം. ഈ ഇൻഫറൻസ് 2 രീതിയിലുണ്ട്. ഒന്ന് മീഡിയേറ്റ് ഇൻഫറൻസ് ഉണ്ട്, ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ഉണ്ട്. മീഡിയേറ്റും ഇമ്മീഡിയറ്റും. മീഡിയേറ്റ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ സമയമൊക്കെ എടുത്ത് അതിന്റെ സില്ലോജിസം, അതിന്റെ നമ്മൾ മൂഡ് ആൻഡ് ഫിഗർ മെത്തേഡ്, അനാലിറ്റിക്കൽ മെത്തേഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ ഭാഗം ഉഷാറായിട്ട് തന്നെ പറയും. മീഡിയേറ്റ് കുറച്ച് വിശാലമായിട്ട് പറയേണ്ട ഭാഗമാണ്. ഇന്നലെ നമ്മളെ നെറ്റ് എക്സാമിൽ മീഡിയേറ്റ് അത്ര ചോദിക്കാറുള്ളത് ഇമ്മീഡിയറ്റ് ആണ്. സുഖമുള്ള കാര്യമാണ് ചോദിക്കാറ്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. കണ്ട, സം റെക്ടാംഗിൾസ് ആർ നോട്ട് സ്ക്വയർ, ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കും. മീഡിയേറ്റ് എന്ന് പറയുമ്പോൾ 2 പ്രമിസുകൾ വേണം, അതിനുശേഷം ഒരു കൺക്ലൂഷൻ വേണം. അങ്ങനെ കൂടിയ 2 പ്രമിസുകളും ഒരു കൺക്ലൂഷനും കൂടിയ ഒരു സില്ലോജിസ് ആവണം. അതിന് ഇന്ന മാനദണ്ഡങ്ങൾ, ഇന്ന കണ്ടീഷൻസ്, അങ്ങനെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് പറയുമ്പോൾ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു കാര്യം ഇൻഫറൻസ് ചെയ്തെടുക്കും. അതിനാണ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് തരാം. വളരെ പെട്ടെന്ന് നമ്മൾ ഇൻഫറൻസിലേക്ക് എത്തും. അപ്പൊ അതിന് കുറേ തരങ്ങളുണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ഇൻഫറൻസിലേക്ക് എത്താന്നുള്ളത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, ഒരു മെത്തേഡാണ് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ളത്. ഇത് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാല് എന്താണ് എ എന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇ എന്ന് തന്നെ എല്ലാവർക്കും അറിയില്ലേ? ഐ എന്ന് പറഞ്ഞാലും ഓ എന്നാലും EAEIO എന്ന് പറയും അല്ലെ. അപ്പൊ എ എന്ന് പറഞ്ഞാല് ഓൾ അല്ലെ, യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ് എ എന്ന് പറഞ്ഞാല്. ആൾ മാംഗോസ് ആർ ഫ്രൂട്ട്സ്, എല്ലാ മാംഗോസും ഫ്രൂട്ട്സ് ആണ്. പറഞ്ഞൂടെ? അങ്ങനെ അതിനാണ് നമ്മൾ എന്ത് പറയാ? യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്. അതാണ് എ എന്നുള്ളത്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്?
യൂണിവേഴ്സൽ നെഗറ്റീവ് അല്ലേ? ഈ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ നെഗറ്റീവ് അല്ലേ? അതായത് നോ മെൻ ആർ മോർട്ടൽ. കറക്റ്റ് ആവണമെന്നില്ല, നമ്മൾ ഉദാഹരണം മനസ്സിലാക്കാൻ മാത്രം. നോ മെൻ ആർ മോർട്ടൽ, മനുഷ്യരൊന്നും മരിച്ചു പോകില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ അതാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയും നമ്മള്. UN, അതാണ് ഈ യൂണിവേഴ്സൽ നെഗറ്റീവ്. I എന്ന് പറഞ്ഞാല് നമ്മള് യൂണിവേഴ്സൽ അഫർമേറ്റീവ് പറഞ്ഞല്ലോ, ഇതിന്റെ ചെറുത്, ഇതിന്റെ പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ് I എന്ന് പറഞ്ഞാല്. സം മാംഗോസ് ആർ ഫ്രൂട്ടസ് എന്ന് പറയാ, സം ആണ്, സം ആണെന്ന് പറയാം. അതാണ് പെർട്ടിക്കുലർ അഫർമേറ്റീവ്. ഓ എന്ന് പറഞ്ഞാലോ, ഓ എന്ന് പറഞ്ഞാല് നമ്മൾ യൂണിവേഴ്സൽ നെഗറ്റീവിന്റെ ചെറുത്, നമ്മള് പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയും. സം മെൻ ആർ നോട്ട് മോർട്ടൽ എന്ന് പറയാം. സം മെൻ ആർ നോട്ട് മോർട്ടൽ. അപ്പൊ സം മെൻ ആർ മോർട്ടൽ എന്ന് പറഞ്ഞാല് I ആണ്, നോട്ട് മോർട്ടൽ എന്ന് പറഞ്ഞാല് O ആണ്. അപ്പൊ AEIO ഇതാണ് നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മളൊരു പ്രൊപ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിനെ കാറ്റഗറിക്കൽ പ്രൊപ്പോസൽ എന്ന് പറയും. നമ്മൾ ഒരു കാറ്റഗറി കൊടുക്കുകയാണ്, ആള്, സമ്മ്, നോ, സം നോട്ട്, അങ്ങനെ പറഞ്ഞിട്ടുള്ള 4 കാറ്റഗറി ആയിട്ട് നമ്മൾ കാറ്റഗോറിക്കൽ പ്രൊപ്പോസൽ എന്ന് പറയും. ഇതാണ് AEIO. ഈ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിനിടയിൽ പല റിലേഷൻസ് ഉണ്ട്. ഇതിനെതിരെ കൺവേർഷൻ ഉണ്ട്, കോൺട്രാപോസിഷൻ ഉണ്ട്, ഒപ്പോസിഷൻ ഉണ്ട്, കുറെ റിലേഷൻസ് ഉണ്ട്. ഇതിൽപ്പെട്ട ഒരു റിലേഷനാണ് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ളത്. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇവകൾ തമ്മിലുള്ള ബന്ധത്തിനാണ് നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ പറയുക. ഈ എയും ഇയും ഐയും ഓയും ഇതൊക്കെ തമ്മിലുള്ള ബന്ധത്തിനാണ് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുക. നമുക്ക് സമയം അങ്ങനെ പോണ്, ഞാൻ പെട്ടെന്ന് പോണ്, ഇനി മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം. അപ്പൊ എയും ഇയും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ എയും ഐയും തമ്മിലുള്ള ബന്ധം, ഐയും ഓയും തമ്മിലുള്ള ബന്ധം, ഇയും ഓയും തമ്മിലുള്ള ബന്ധം, ഇനി ഒരു ബന്ധം കൂടി ബാക്കിയുണ്ടല്ലോ, എയും ഓയും തമ്മിലുള്ള ബന്ധം, ഇയും ഐയും തമ്മിലുള്ള ബന്ധം. കണ്ടോ, നമ്മൾ ഇത് പരസ്പരം എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് എല്ലാതും നമ്മൾ പഠിക്കും. അപ്പൊ അതിന്റെ റിലേഷൻ അനുസരിച്ച് നമ്മൾ അത് ട്രൂ ആകുമ്പോൾ ഇത് ഫാൾസ് ആകും എന്ന് നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പൊ നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിലെ ഒന്നാമത്തെ നിയമമാണ് പറയുന്നത്. നമ്മൾ ഓരോന്നും അതിന്റെ വഴിയിൽ വെച്ച് നമ്മൾ പറയാം. ഒന്നാമത്തത്, ഹലോ, നിങ്ങൾ മൈക്ക് ഓഫ് ആക്കി കേട്ടോ. വേറെ എന്തെങ്കിലും പരിപാടിയിലാണെങ്കിൽ മൈക്ക് ദയവേത് ഓഫ് ആക്കണം. എന്തെങ്കിലും പറയാനാണെങ്കിൽ ദയവേത് നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞോളൂ. എന്തെങ്കിലും വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എല്ലാവരും ഓഫ് ആക്കി പ്ലീസ്. അപ്പൊ എയും ഓയും ഫസ്റ്റ് നമുക്ക് കോൺട്രാഡിക്ടറി എന്ന് പറയുന്ന റിലേഷൻ പഠിക്കാം. നമുക്ക് കോൺട്രാഡിക്ടറി, അപ്പൊ കോൺട്രാഡിക്ടറി എന്നാണ് ഒരു റിലേഷന്റെ പേരാണ്. സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിലെ ഒരു റിലേഷന്റെ പേരാണ് കോൺട്രാഡിക്ടറി. കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാല് എയും ഓയും തമ്മിലും ഇയും ഐയും തമ്മിലാണ് കോൺട്രാഡിക്ടറി ഉള്ളത്. എയും ഓയും തമ്മിൽ, ഇയും ഐയും തമ്മിൽ എന്താ അതിന്റെ ഇയും ഐയും തമ്മിൽ കേട്ടോ. അത് ബന്ധം എന്താ വെച്ചാല്, ഒന്ന് ശരിയായാൽ ഒന്ന് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ, എ ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ ഓ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഓ ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ എ ഫാൾസ് ആയിരിക്കും. ഇതേപോലെ തന്നെ ഇ ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ ഐ ഫാൾസ് ആയിരിക്കും. ഐ ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ ഇ ഫാൾസ് ആയിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മൾ എന്നും പറഞ്ഞു തന്നെ ആയിക്കോട്ടെ. ആൾ മെൻ ആർ മോർട്ടൽ, എല്ലാ മനുഷ്യരും മരിച്ചു പോകും. ഇതാണല്ലോ ഇതിന്റെ അർത്ഥം, ആൾ മെൻ ആർ മോർട്ടൽ. ഇതൊരാൾ പറയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറഞ്ഞു കഴിക്കാം. ആൾ മെൻ ആർ മോർട്ടൽ എന്നത് ട്രൂ ആണെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇതിന്റെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, എന്റെ കോൺട്രാഡിക്ടറി, ആൾ മെൻ ആർ മോർട്ടൽ എന്നുള്ളത് എ അല്ലേ? ആൾ മെൻ ആർ മോർട്ടൽ, കാരണം യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. ഇത് ട്രൂ ആണെന്ന് പറയുന്നത് ഇതിന്റെ കോൺട്രാഡിക്ടറി എന്താണ്? എന്റെ കോൺട്രാഡിക്ടറി ഇങ്ങണ്ട് ഓപ്പോസിറ്റ് വരക്കേണ്ടത്. കോൺട്രാഡിക്ടറി ഓപ്പോസിറ്റ് വരക്കേണ്ടത് ഓ ആണ് അല്ലെ? ഓ എന്ന് പറഞ്ഞാല് പെർട്ടിക്കുലർ നെഗറ്റീവ് അല്ലേ? പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ് ഓ എന്ന് പറഞ്ഞാൽ. അതായത് സം മെൻ ആർ നോട്ട് മോർട്ടൽ.
ഇതെന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇപ്പൊ മനസ്സിലായോ? അതായത് അല്ലേ വരിക? ഉറക്കെ വെച്ചോളി. നോം എന്നാർ എന്നല്ലേ വരിക? ഓ ഇല്ല. നോം എന്നാർ എന്നുള്ളത് ഇ ആണ്. അതിന്റെ റിലേഷൻ കോൺട്രറി റിലേഷൻ ആണ്. കോൺട്രറി അത് നമ്മൾ പഠിക്കും. കോൺട്രാഡിക്റ്ററി തന്നെ നേരെ ഓപ്പോസിറ്റ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് തന്നെ എന്റെ നേരെ കോൺട്രാഡിക്റ്ററി എന്ന് പറഞ്ഞാല് അതിന്റെ ഓ എന്ന് പറഞ്ഞാല് സം നോട്ട്, സം എൻ ആർ നോട്ട് മോട്ടൽ എന്നുള്ളത്. അപ്പൊ എ ട്രൂ ആണെന്ന് പറഞ്ഞാൽ ഓ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അതാണ് കോൺട്രാഡിക്റ്ററിന്റെ പ്രത്യേകത. ഒന്ന് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. ഇനി ഒരാൾ പറയുന്നത് എന്താണ്? നമ്മളുടെ സം എൻ ആർ നോട്ട് ഇത് ട്രൂ ആണെന്ന് പറഞ്ഞിരിക്കാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറഞ്ഞിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഈ കോൺട്രാക്ടർ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയോ? കോൺട്രാക്ട് മനസ്സിലായ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണേ. മനസ്സിലാവുണ്ടോ? അതായത് കോൺട്രാഡിക്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മള് എ ഇ ഐ ഒ എന്ന് പറയുന്നത് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ് അല്ലേ? അത് തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചാണ് പറയണത്. അപ്പൊ എയും ഓയും തമ്മിലുള്ള ബന്ധം കോൺട്രാഡിക്റ്ററി ആണ്. അതേപോലെ തന്നെ ഇയും ഐയും തമ്മിലുള്ള ബന്ധം എന്ത് തന്നെയാണ്? കോൺട്രാഡിക്റ്ററി തന്നെയാണ്. ഇത് തമ്മിലുള്ള ബന്ധം കോൺട്രാഡിക്റ്ററി എന്ന് പറഞ്ഞ ബന്ധത്തിന്റെ പ്രത്യേകത എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളിയും. ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും, മറ്റേത് ഫാൾസ് ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ട്രൂ ആണെങ്കിൽ ഫാൾസ് ആയിരിക്കും, അത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. ആ ബന്ധത്തിനാണ് കോൺട്രാഡിക്റ്ററി എന്ന് പറയാം. മനസ്സിലാണോ? ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം നോക്കാം. ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മളിവിടെ ചോദിച്ച ചോദ്യം നോക്കുക. മനസ്സിലായിക്കണോ നോക്കട്ടെ. ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? സം റെക്ടാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ് അല്ലേ? ഇത് ട്രൂ ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. സം റെക്ടാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ് എന്നുള്ളത് ട്രൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഫാൾസ് ആയിട്ട് നമുക്ക് ഇൻഫറൻസ് എടുക്കാൻ പറ്റുന്ന ഏതാണ്? ഞാൻ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും എന്നുള്ളത് എന്തിന്റെ പ്രത്യേകതയാണ്? അത് കോൺട്രാഡിക്റ്ററിയുടെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി? സം റെക്ടാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ് എന്നുള്ളതിന്റെ കോൺട്രാഡിക്റ്ററി ഏതാ നോക്കിയാൽ മതി. അത് കോൺട്രാക്ട് നോക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സം റെക്ടാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ് എന്നുള്ളതിന്റെ കാറ്റഗറി ഏതാ മനസ്സിലാക്കണം. ഏതാണ് കാറ്റഗറി? ഏതാണ്? ഒന്ന് ടൈപ്പ് ചെയ്താണ്, പെട്ടെന്ന് ടൈപ്പ് ചെയ്യ. ഓ അല്ലേ? ഗുഡ്. സം നോട്ടാണ് അല്ലേ? സം നോട്ടാണ്. ഓ ആണ് അതിന്റെ കാറ്റഗറി. ഓന്റെ കോൺട്രാഡിക്റ്ററി എന്താണ്? ഓന്റെ കോൺട്രാഡിക്റ്ററി ആണ് എ എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഓ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ ഇത് ടി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇനി ഓ എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ മനസ്സിലായോ? അപ്പൊ സം റെക്ടാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ് എന്നുള്ളത് ഓ ആണ്. ഓ എന്ന് പറഞ്ഞാല് പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. നോട്ട് നെഗറ്റീവ് ആണ്, സമ്മാണ്. സം തന്നെ പെർട്ടിക്കുലർ ചിലതിന് മാത്രം പറഞ്ഞോളൂ. അത് നോട്ടാണ്, അല്ല എന്നുള്ളതാണ്, നെഗേഷൻ ആണ്. അപ്പൊ നെഗറ്റീവ് എന്ന് പറയും. അപ്പൊ അതിന്റെ നേരെ കോൺട്രാക്ട് എടുത്ത് നോക്കുക. അതിന്റെ കോൺട്രാക്ട് ഏതാണ്? എ ആണ്. എ എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. ആ യൂണിവേഴ്സൽ അഫർമേറ്റീവും ഈ പറയുന്ന പെർട്ടിക്കുലർ നെഗറ്റീവ് എയും ഓയും തമ്മിലുള്ള റിലേഷൻ ഉള്ളത് കോൺട്രാഡിക്റ്ററി ആണ്. കോൺട്രാഡിക്റ്ററി എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഒരു ഓ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓ കാറ്റഗറി വരുന്ന ഒരു പ്രപ്പോസൻ ആണ്. എന്നിട്ട് പറയണ ആ പ്രപ്പോസൻ ട്രൂ ആണെന്ന് പറയാണ്. നമ്മൾ ചോദിക്കുകയാണ് താഴെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതായിരിക്കും ഫാൾസ് ആയിട്ടുണ്ടാവുക? ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫാൾസ് ഏതായിരിക്കും? അപ്പോൾ ഒന്നും നോക്കണ്ട, അവിടെ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ കാറ്റഗറി ഏതാ മനസ്സിലാക്കുക. ആ കാറ്റഗറി ഏതാന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ അതിന്റെ കോൺട്രാക്ടർ ഏതാന്ന് മനസ്സിലാക്കുക. അപ്പൊ ഓ ആണ്, ഓന്റെ കോൺട്രാക്ടർ ഏതാണ്? എ ആണ്. അപ്പൊ ഇതിൽ എ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ നോക്കുക. ഇതിൽ ഒന്നാമത്തത് എ സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടാമത്തത് എ സ്റ്റേറ്റ്മെന്റ് അല്ല, കാരണം സം ആണ്. സം എന്നുള്ളത് ഐ ആണ് അല്ലെ? പിന്നുള്ളത് നോ റെക്ടാങ്കിൾസ് സ്ക്വയർ, അതുമല്ല അത് ഇ ആണ്. അതുമല്ല സം സ്ക്വയർസ് ആർ നോട്ട് സ്ക്വയർസ്, അതുമല്ല അത് ഓ ആണ്. നമ്മളെ കറക്റ്റ് ആൻസർ ഇപ്പം തന്നെയാണ് കോൺട്രാക്ടറി ആയിട്ടുള്ളത് എ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് കറക്റ്റ്. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഞാൻ പറയണത് നിങ്ങൾ ഈ ചോദ്യം വരുന്ന സമയത്തെ ഇതിന്റെ അർത്ഥം ആലോചിച്ചിട്ട് പുണ്ണാക്കാൻ നിൽക്കരുത്.
കാരണം നമ്മൾ അരിസ്റ്റോട്ടലിയൻ ഫിലോസഫിയുടെ ലോജിക്കിന്റെ പ്രത്യേകത എന്നുള്ളതിന് അത് മെറ്റീരിയൽ അല്ല, അതിന്റെ കണ്ടന്റ് ബേസ്ഡ് അല്ല, അത് അവർ നോക്കല്ലേ, ഫോമലാണ്. ഫോം എങ്ങനെയാന്ന് നോക്കുള്ളൂ, അർത്ഥമൊന്നും അതിൻ്റെ ഉള്ളിലുള്ള വാക്കുകളോ അർത്ഥങ്ങളോ ഒന്നും നോക്കണ്ട, അതിന്റെ ഫോം മാത്രം നോക്കും. ഇവിടെ ഫോം എന്ന് പറഞ്ഞാൽ സമ്മും സംനോട്ടും നോയും ഐയും ആളും അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ആ റിലേഷൻസ് മാത്രം, ഇതിന്റെ അർത്ഥങ്ങൾ യോജിക്കുന്നുണ്ടോന്നൊന്നും നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ സം റെക്ടാങ്കിൾസ് ആർ സ്ക്വയേഴ്സ് എന്നുള്ളത് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഫാൾസ് ആയിട്ട് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്നത് അതിന്റെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ആൾ റെക്ടാങ്കിൾസ് ആർ സ്ക്വയേഴ്സ് എന്നുള്ളതാണ്. ഇത് ക്ലിയർ ആണോ? ഞാൻ പർപ്പ് പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം. ഒക്കെ ഏറെക്കുറെ സമാനമായ ചോദ്യങ്ങൾ കേൾക്കുന്നത് എന്താ, ഇതന്നെയാണല്ലോ ചോദിക്കണമെന്ന് ചോദിക്കും. അപ്പൊ ഒക്കെ ഇതൊക്കെ കഴിഞ്ഞ ഡിസംബർ 2023 ചോദിച്ച ചോദ്യങ്ങളാണ്. അതിന് ഒരേ ടെസ്റ്റിൽ തന്നെ അതേപോലെ ആവർത്തിച്ച് വന്നേ വരെ ഉണ്ട്. അപ്പൊ ചോദ്യം നോക്കി, ഞങ്ങൾക്ക് സമയം തരുന്നുണ്ട്, ആലോചിച്ച് മാത്രം ആൻസർ പറയും കേട്ടോ, ആലോചിച്ചിട്ട് മാത്രം ആൻസർ പറയും. സമയമുണ്ട്, നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി. ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിങ് വെഹിക്കിൾസ് എന്നുള്ളത് ഫാൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്രൂ ആയതായിരിക്കും. ഇതിനെ ആലോചിക്കാൻ പാടില്ല കേട്ടോ, അത് വേറെ കാര്യം അല്ലേ, ഇത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ പെട്ടെന്ന് തന്നെ ആവട്ടെ. നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് സോറി നേരത്തെ പറഞ്ഞത് ഇവിടെ ഒന്നാമത് ട്രൂ ആണ്, അപ്പോൾ രണ്ടാമത്തത് ഏതായിരിക്കും? ഇത് ട്രൂ ആണ്, ഫാൾസ് ഏതായിരിക്കും എന്നാണ് നേരത്തെ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ചോദിക്കുന്നത് അതൊന്നല്ല, ഇപ്പൊ ചോദിക്കുന്നത് ഫാൾസ് ആണ്, അങ്ങനെ ട്രൂ ഏതായിരിക്കും? സുഹാന ഒന്നെന്നാ പറഞ്ഞിട്ടുള്ളത്, 1 2, മൻസൂർ 2 പറഞ്ഞിട്ടുള്ളത്, ഷമ്മാസ് 2 പറഞ്ഞിട്ടുള്ളത്, സഹ്ല 3 പറഞ്ഞിട്ടുള്ളത്, സുഹാന 2. ഏതാ ഉറപ്പിക്കും? പെട്ടെന്ന് ഉറപ്പിക്കും. ഇത് നിങ്ങൾ ആലോചിക്കരുത്, കാരണം ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഫാൾസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും എന്നുള്ളത് എന്തിന്റെ പ്രത്യേകതയാണ്? അത് കോൺട്രാഡിക്ടറി റിലേഷൻ ആണല്ലോ. ആണ്, അത് കോൺട്രാഡിക്ടറി റിലേഷൻ ആണത്. കോൺട്രാഡിക്ടറി റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്നുള്ളതിന്റെ കാറ്റഗറി മനസ്സിലാക്കണ്ടേ? അപ്പൊ അതിന്റെ കാറ്റഗറി ഏതാണ്? ഇത് ചെയ്യാത്തവർക്ക് ഞാൻ ചെറിയ ഹെൽപ്പ് ചെയ്യട്ടോ, പെട്ടെന്ന് പറയും, ഞാൻ പറഞ്ഞ കേൾക്കണ്ട, നിങ്ങൾ ചെയ്തുകൂടി. അപ്പൊ ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്നുള്ളത് ഏതാണ്? പറയും, അതിന്റെ കാറ്റഗോറിക്കൽ പ്രപ്പോസ് കാറ്റഗറി ഏതാണ്? ഓ ആണോ? എ ആണ് കേട്ടോ, എ ആണ്. ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് അഫർമേറ്റീവ് അല്ലേ? അത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ് കേട്ടോ. എല്ലാ ട്രക്സും പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ആണ്, യൂണിവേഴ്സൽ. എല്ലാതിനെ പറ്റി പറയാണ്. അഫർമേറ്റീവ് തന്നെ ആണ് എന്ന് പറയണേ, എല്ലാം എന്നല്ല, ആണെന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ ട്രക്സും പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ പറ്റി നമ്മൾ എന്ത് പറയും? എ എന്ന് പറയും. യൂണിവേഴ്സൽ അഫർമേറ്റീവ് കൊടുക്കൽ എന്താണ്? എ. അപ്പൊ ഇത് കോൺട്രാഡിക്ടറി ആണ്, നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ. ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ ആയിരിക്കും, അങ്ങനെയാണല്ലോ കോൺട്രാഡിക്ടറി ഉണ്ട്. ഇത് ഫാൾസ് ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, അത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. അങ്ങനെ രണ്ടും അങ്ങോട്ടും കൊണ്ടായിരിക്കും കോൺട്രാഡിക്ടറി എന്നുള്ളത്. അപ്പൊ ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്നുള്ളത് ഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ കോൺട്രാഡിക്ടറി എന്തായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺട്രാഡിക്ടറി ട്രൂ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാൽ ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റേ ട്രൂ ആയിരിക്കും, അത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. അപ്പൊ ട്രൂ ആയിരിക്കും. നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ഇനി ട്രൂ ആയ സ്റ്റേറ്റ്മെന്റ് ഏതെന്നുള്ളത്, അതന്നെ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്റെ കോൺട്രാഡിക്ടറി എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, എന്റെ കോൺട്രാഡിക്ടറി എന്താണ്? ഓ എന്നുള്ളതാണ് എന്റെ കോൺട്രാഡിക്ടറി അല്ലേ? ഓ എന്നുള്ളതാണ് എന്റെ കോൺട്രാഡിക്ടറി. അപ്പൊ ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്നുള്ളത് ഫാൾസ് എന്നാണെങ്കിൽ അതിന്റെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഓ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇതിൽ ഓ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സം ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ്. ഇത് ഓ സ്റ്റേറ്റ്മെന്റ് ആണോ? ഇല്ല. ഇത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഐ അല്ലെ? സോറി ഐ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് സം ട്രക്സ് ആർ നോട്ട് പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ്. ഇത് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇത് ഓ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അല്ലെ? മൂന്നാമത് നോ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ്. ഇതല്ല, ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്.
യൂണിവേഴ്സ് നെഗറ്റീവ് ആണ്. ഇനി നോ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ആർ ട്രക്സ്, ഇതും എന്ത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ടു എന്നുള്ളൂ, അത് കൺവേർട്ട് ചെയ്തെന്നുള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല, ഈ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടേണ്ടതാണ് എ എന്നുള്ളതിന്റെ കോൺട്രാക്ടറി സ്റ്റേറ്റ്മെന്റ്. അത് ഏതാണ്? ഓ ആണ്. ഓ എന്ന് പറഞ്ഞാല് സം നോട്ട് അല്ലേ, അത് മാറരുത് കേട്ടോ. അതൊന്നും ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഈ കാറ്റഗറി പ്രൊപ്പോസിഷൻസ്, അതിൽ സ്കോർ ഓഫ് ഓപ്പോസിഷനിൽ വരുന്ന ബന്ധങ്ങൾ ഇത്രേ കുറച്ചുള്ളൂ പഠിക്കാൻ. പഠിച്ചാൽ സിമ്പിളാണ്. അപ്പൊ സം നോട്ട് ഓ എന്ന് പറഞ്ഞാല് അപ്പൊ ഇതിൽ ഏക ഓ സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രമാണ്. അപ്പൊ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ഓപ്ഷൻ 2 ആയിരിക്കും എന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 സർ ചെയ്തവരില്ലേ? ഗുഡ് ഗുഡ്, കുറെ ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം. ചോദ്യം കണ്ടില്ലേ? എന്നാ ചെയ്, പെട്ടെന്ന് ചെയ്. ഞാൻ പുതിയൊരു സാധനം പഠിക്കാനുള്ളത്. സം ഫിലോസഫേഴ്സ് ആർ നോട്ട് ഐഡിയലിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കിട്ടിയ ഒരു ചാറ്റ് ബോക്സിൽ പറയണേ, കമന്റ് ബോക്സിൽ പറയേ. നിങ്ങൾക്ക് എന്താണോ ആൻസർ ആയി ശരിയായി തോന്നുന്നത് അത് പറഞ്ഞാൽ മതി. ഈ സാധനം മുമ്പ് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടണം എന്നില്ല. പരിചയപ്പെടാത്തവരുണ്ടെങ്കിൽ കേട്ടോ, അവരുടെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ സിമ്പിളായി കിട്ടും, അല്ലാത്തവരാണെങ്കിൽ ഒറ്റയടി കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ അർത്ഥമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് നെക്സ്റ്റ് പറഞ്ഞോളി കേട്ടോ. സഹല 2 സെക്കൻഡ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. റഹ്മാൻ ആസാദ്, ഹാഫിസ് യൂനുസ് അൽ അദാനി 2 സെക്കൻഡ് ഓപ്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഞാൻ ചെയ്ത് നോക്കെ അല്ലേ, അതല്ല നല്ലത്, ഞാൻ ചെയ്തുതരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ നേരത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ, അതൊരു ടൈപ്പ്. ഈ ക്വസ്റ്റ്യൻസ് ഉള്ളത് ഒരു ടൈപ്പ്. ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റു ട്രൂ ആയിരിക്കും, അങ്ങനത്തെ ഇൻഫറൻസ് വരുന്നത്. അതിനോട് പറയുന്നത് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആണെന്ന് പഠിച്ചല്ലോ. ഇമ്മീഡിയറ്റ് ഇൻഫറൻസിലെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻസ് ആണ്. അതൊക്കെ ഇത് കുറിച്ച് വെച്ചോളി. നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്നും കൂടി പഠിക്കാം. എന്താണ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസിലെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻസ്? ആ ഭാഗത്തു നിന്നാണ് 1-2 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മൂന്നാമത്തത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അതിന്റെ ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കും. ഈക്വാലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് കുറെ ബന്ധങ്ങളുണ്ട്. അതൊരു സ്റ്റേറ്റ്മെന്റ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇതിനോട് സമാനമായിട്ട് നമുക്ക് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് അതേ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്നും കൂടി അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ അതേ അർത്ഥമായിരിക്കും. നമ്മൾ പറയാണ് നമ്മൾ സാധാരണ പറഞ്ഞതാണ് സം മെൻ ആർ മോർട്ടൽ. സം മെൻ ആർ മോർട്ടൽ എന്ന് ഒരാൾ പറഞ്ഞാല്, ഇത് പറഞ്ഞാല് ചില മനുഷ്യർ മരിച്ചു പോകുന്നവരാണെന്ന് പറഞ്ഞു. ഇതേ അർത്ഥത്തിന് നമുക്ക് എന്തും കിട്ടൂലേ? ഇതേ അർത്ഥം കിട്ടും. സം മോർട്ടൽ ആർ മെൻ അല്ലേ? നമ്മൾ എന്താട്ടി സം മെൻ ആർ മോർട്ടൽ എന്നുള്ളതും സം മോർട്ടൽ ആർ മെൻ എന്ന രണ്ടും ഒരേപോലെയാണോ? ഒന്നാണോ? അല്ല, രണ്ട് വാക്കുകളാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മളെന്ത് കാട്ടിയത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ നമ്മളൊന്ന് തിരിച്ചിട്ടു, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റും. ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഈക്വാലിറ്റി സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത് പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ പരിപാടിക്ക് നമ്മളിപ്പോ ചെയ്ത പരിപാടിക്കാണ് കൺവേർഷൻ എന്ന് പറയാം. കൺവേർഷൻ എന്നാണ് ഇതിന് പറയാം. കൺവേർഷൻ റൂൾസ് ഒക്കെ ഉണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, അതൊക്കെ പറയാം. അപ്പൊ കൺവേർഷൻ എന്ന് പറയും. അപ്പൊ കൺവേർഷൻ അല്ല ഇവിടെ വരുന്നത്, അതുകൊണ്ടാണ് കൺവേർഷൻ ആയിട്ട് വിശദീകരിക്കാത്തത്. അപ്പൊ ഇതൊരു റിലേഷൻ ആണ്. അതേപോലെ വരുന്ന വേറെ റിലേഷൻ ആണ്
കോൺട്രാ പോസിറ്റീവ് എന്ന് വരും. ഇത് സാധാരണ ചോദിക്കാറ് എന്താണ് കോൺട്രാ പോസിറ്റീവ്, നിങ്ങൾ പഠിച്ചു വെക്കട്ടോ. കാരണം മുമ്പത്തെ PYQs ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കോൺട്രാ പോസിറ്റീവ് എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ മറക്കരുത് കോൺട്രാ പോസിറ്റീവ്. കോൺട്രാ പോസിഷൻ എന്നൊക്കെ പറയാറുണ്ട്. കോൺട്രാ പോസിറ്റീവ് അല്ലെങ്കിൽ കോൺട്രാ പോസിഷൻ. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും ഒരേ അർത്ഥം കിട്ടുക. ഇതാണല്ലോ ഇക്വാലന്റ് തന്നെയല്ലേ. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇതിനോട് ഇക്വാലന്റ് വേറെ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാ പോസിറ്റീവ് എടുത്താൽ നമുക്ക് അതേ അർത്ഥം കിട്ടും. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു, അതിന്റെ കൺവേർഷൻ എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സം എൻ ആർ മോട്ട് തന്നെ കൺവേർഷൻ എന്താണ്, അത് നേരെ തിരിച്ചിട്ടത് സം മോട്ടിൽ ആർ മെൻ, രണ്ടും ഒരേ അർത്ഥമാണ്, ഒരേ അർത്ഥം കിട്ടും. അതിൽ പെട്ട ഒരു ഇതാണ് കോൺട്രാ പോസിറ്റീവ്. കോൺട്രാ പോസിറ്റീവ് എന്താ വെച്ചാല് നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഫിലോസഫേഴ്സ് ആണല്ലേ സബ്ജക്റ്റ്, നോട്ട് ഐഡിയലിസ്റ്റ് എന്നാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ് അല്ലേ, ആണല്ലോ. ഇത് രണ്ടിനെ തിരിച്ചിടുക. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്നുള്ളതാണെങ്കിൽ ഇതിനെ നമ്മൾ തിരിച്ചെന്താക്കുക, പ്രെഡിക്കേറ്റ് സബ്ജക്റ്റ് നാക്കുക. പ്രെഡിക്കേറ്റ് സബ്ജക്റ്റ് നാക്കുക മാത്രമല്ല, വെറും സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ആണ്. ഇവിടെ നമ്മൾ തിരിച്ചിടുമ്പോൾ ഇതിന്റെ നെഗറ്റീവ് എടുക്കുക, നോ കൊടുക്കുക, നമ്മൾ നണ്ണ് കൊടുക്കുക, ഇതിന്റെ നെഗറ്റീവ് ആയിട്ട്. അപ്പൊ സബ്ജക്റ്റിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുവരും, വെറും സബ്ജക്റ്റിനെ കൊണ്ടുവരും. അപ്പൊ നമ്മള് ഇവിടെ സബ്ജക്ട് ഫിലോസഫേഴ്സ് എന്നാണ്, അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താ പറയാ, നൺ ഫിലോസഫേഴ്സ് എന്ന് പറയാം. അതിന്റെ ഒന്ന് നെഗറ്റീവ് ആക്കിയിട്ട്, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ അപ്പുറത്ത് കൊണ്ടുവരും. അവിടെ ഐഡിയലിസ്റ്റ് എന്നുള്ളത് സാധാ പോലെയുള്ള ഐഡിയലിസ്റ്റ് എന്നുള്ളത് ആ പി നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരും, സബ്ജക്റ്റിന്റെ ഭാഗത്ത് കൊണ്ടുവരും. പി നമ്മൾ കൊടുക്കുന്നില്ല, ഇവിടെ കൊടുന്നു, പക്ഷെ കൊണ്ടുവരുമ്പോൾ അതിനെ കൊണ്ടുവരിക. ഇവിടെ ഐഡിയലിസ്റ്റ് ആണെങ്കിൽ നൺ ഐഡിയലിസ്റ്റ് എന്ന് പറയും. ഇനി ഇതിന് ആൻസർ പറഞ്ഞാണ്, ഈ ഇങ്ങനെയുള്ള ബന്ധത്തിനാണ്, ഇങ്ങനെ ചെയ്യുന്നതിനാണ് കോൺട്രാ പോസിറ്റീവ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സം ഫിലോസഫേഴ്സ് ആർ നോട്ട് ഐഡിയലിസ്റ്റ് എന്നുള്ളതിന്റെ ഈക്വൽ അല്ലെങ്കിൽ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ടോ നോക്കി. ഇതിൽ 1, 2, 4 സ്റ്റേറ്റ്മെന്റ്, ഇതിൽ ഏതാണ് ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇതൊന്ന് നോക്കി. ഇനി സിമ്പിൾ ആട്ടോ, ഇനി സിമ്പിൾ ആണ്. എന്താണ് കോൺട്രാ പോസിറ്റീവ് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഒന്നുകൂടി പറയുന്നില്ലേ, ഗുഡ്. കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാല്, കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തിനാ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് തന്നാല് അതിനെ നമ്മൾ എന്തെങ്കിലും അതേ വാക്കിനെ നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്താലേ, ഒന്ന് അങ്ങോട്ട് തിരിച്ചിടുക, കുറച്ച് നണ്ണ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താല്, അല്ലെങ്കിൽ ആളെന്നുള്ളത് സമ്മാക്കുക, അങ്ങനെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും കുറച്ച് മാറ്റം വരുത്തിയിട്ട് നമ്മൾ അതേ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി അവതരിപ്പിച്ചാൽ അതേ അർത്ഥം കിട്ടും. ഫസ്റ്റ് പറഞ്ഞ അതേ അർത്ഥം തന്നെ ഇതിനും കിട്ടും. അങ്ങനത്തെ ചോദ്യങ്ങൾക്കാണ് ഇക്വാലന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അങ്ങനെയുള്ള കുറെ ടൈപ്സ് ഉണ്ട്. നമ്മളെല്ലാതും നമുക്ക് വാക്ക് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി അർത്ഥം ആലോചിക്കാൻ വേണ്ടി ഇതിനൊന്നും. സം ഫിലോസഫേഴ്സ് ആർ നോട്ട് ഐഡിയലിസ്റ്റ്, ഇത് നമ്മൾ നൺ ഐഡിയലിസ്റ്റ്, നൺ ഫിലോസഫേഴ്സ് എന്ന് കളിച്ച് നമ്മൾ ആകെ തല പുണ്ണാവും. അങ്ങനൊന്നും ആലോചിക്കരുത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും കോൺട്രാ പോസിറ്റീവ്, കൺവേർഷൻ, ഒബ്വേർഷൻ അതൊക്കെ അതിന്റെ സമയം പറയാം. അതിൽപ്പെട്ടാണ് കോൺട്രാ പോസിറ്റീവ്. അപ്പോൾ കോൺട്രാ പോസിറ്റീവ് എന്താണെന്ന് നോക്കിയാൽ മതി. കോൺട്രാ പോസിറ്റീവ് എന്താണെന്ന് പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ എന്താണ്, സം ഫിലോസഫേഴ്സ് ആർ നോട്ട് ഐഡിയലിസ്റ്റ്. ഇതിൽ ഒന്നാമത്തെ വരുന്നതിനാണ് സബ്ജക്റ്റ് അറിയാം. ഒന്നാമത്തെ വരുന്നതാണ് ഫിലോസഫേഴ്സ് എന്നുള്ളത്, രണ്ടാമത്തെ തന്നെ ഐഡിയലിസ്റ്റ് എന്നുള്ളത്. ഇതാണല്ലോ ഉള്ളത്. പിന്നെ സം നോട്ട് എന്നൊക്കെ ഉള്ളത് എന്താണ്, നമ്മുടെ കാറ്റഗറീസ് ആണ്, അത് നോക്കണ്ട. അപ്പൊ ഫിലോസഫേഴ്സ് എന്നുള്ള അവിടുത്തെ സബ്ജക്ട്, ഐഡിയലിസ്റ്റ് എന്നാണ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് ഒന്നാമത് വരുന്നത്, പ്രെഡിക്കേറ്റ് രണ്ടാമത് വരുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് കോൺട്രാ പോസിറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ സബ്ജക്റ്റിനെ നമ്മൾ പ്രെഡിക്കേറ്റിന്റെ ഭാഗത്ത് കൊണ്ടുവരും, പ്രെഡിക്കേറ്റിനെ സബ്ജക്റ്റിന്റെ ഭാഗത്ത് കൊണ്ടുവരും. അപ്പൊ എന്താവുക, എസ് പി എന്നുള്ള ബന്ധം PS എന്നാവും. ഫസ്റ്റ് പ്രെഡിക്കേറ്റ് പിന്നെ സബ്ജക്റ്റ് ആവും. നമ്മൾ അങ്ങനെ ഇത് നോക്കാം. സം ഫിലോസഫേഴ്സ് ആർ നോട്ട് ഐഡിയലിസ്റ്റ് ഇങ്ങോട്ട് ഇപ്പുറത്ത് കൊണ്ട് നോക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാവുക, സം ഐഡിയലിസ്റ്റ്സ് ആർ നോട്ട്, ഇവിടെ ആർ നോട്ടൊക്കെ അതേപോലെ തന്നെ വേണ്ട, അതിലൊന്നും മാറ്റം വരാൻ പാടില്ല. ആർ നോട്ട് ഫിലോസഫേഴ്സ്. മനസ്സിലായല്ലോ? ശരിക്കും എന്തായിരുന്നു, സം ഫിലോസഫേഴ്സ് ആർ നോട്ട് ഐഡിയലിസ്റ്റ് എന്നായിരുന്നു. അത് നമ്മൾ തിരിച്ചിട്ടാൽ എന്തായി, സം ഐഡിയലിസ്റ്റ് ആർ നോട്ട് ഫിലോസഫേഴ്സ് എന്നായി. ഇത് പോരാ, ഇത്ര ചെയ്താൽ പോരാ. കോൺട്രാ പോസിറ്റീവ് ഇത്ര ചെയ്താൽ പോരാ, എന്തും കൂടി ആക്കണം. ഇവിടെ ഐഡിയലിസ്റ്റ് എന്നുള്ളതിനെ നമ്മൾ നെഗറ്റീവ് ആക്കണം. അപ്പൊ എന്താക്കും, നമ്മള് ഒരു ഐഡിയലിസ്റ്റ് അല്ലെ, നൺ ഐഡിയലിസ്റ്റ് എന്നാക്കും. അതുപോലെ ഈ പ്രെഡിക്കേറ്റിനെ നമ്മൾ അങ്ങനെ ആക്കണം. ഫിലോസഫേഴ്സ് എന്നുള്ള വെറും ഫിലോസഫേഴ്സ് എന്നുള്ള ഇവിടെ നമ്മൾ എന്താക്കുക, നൺ ഫിലോസഫേഴ്സ് അല്ലാത്തവർ എന്നാക്കും. ഐഡിയലിസ്റ്റ് ഐഡിയലിസ്റ്റ് അല്ലാത്തവർ നെഗറ്റീവ് കൊടുക്കും നമ്മൾ അതിന്. ഓക്കെ അല്ലേ? ഇനി അതിന്റെ ആൻസർ പറയും. അപ്പൊ നമ്മൾ എന്തായി, സം ഫിലോസഫേഴ്സ് ആർ നോട്ട് ഐഡിയലിസ്റ്റ് എന്നാൽ എന്തായി മാറി, സം നൺ ഐഡിയലിസ്റ്റ് ആർ നോട്ട് നൺ ഫിലോസഫേഴ്സ്. അതേതാ അതിലുള്ളത്, സം ഫിലോസഫേഴ്സ് ആർ നോട്ട് ഐഡിയലിസ്റ്റ്. ഇതല്ല. കാരണം എന്താണ്, ഇതില് പൊസിഷൻ മാറ്റിയിട്ടില്ല. അത് സബ്ജക്ട് ഫിലോസഫേഴ്സ് തന്നെയാണ് ഇവിടെ കിടക്കുന്നുണ്ട്, ഐഡിയലിസ്റ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്.
സപ്പോസിഷൻ മാറ്റിയിട്ടില്ല. ഓക്കെ അല്ലേ? രണ്ടാമത് നോ ഐഡിയലിസ്റ്റ് ആർ ഫിലോസഫേഴ്സ്. അതെന്താ കാട്ടിക്കുന്ന പോലെ നേരെ തിരിച്ചിട്ടിക്കാണ്. അത് പോരാ. ഇതിന് നമ്മള് എന്താ പറയാ, കൺവേർഷൻ എന്ന് പറയും. ഇവിടെ കൺവേർഷൻ നടക്കണില്ല. കാരണം സം നോട്ടിൽ നമുക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടെ എത്തി പറയാം. അതല്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? സം നൺ ഐഡിയലിസ്റ്റ് ആർ നോട്ട് ഫിലോസഫേഴ്സ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഐഡിയലിസ്റ്റിനെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഫിലോസഫേഴ്സിനെ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങോട്ട് കൊണ്ട് മാറ്റിയിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? നെഗറ്റീവ് ആക്കിയിട്ടില്ല. ഫിലോസഫേഴ്സ് കണ്ടില്ല നെഗറ്റീവ് ആണോ? അല്ല. ഈ നോട്ട് എന്നുള്ളത് കാറ്റഗോറിക്കൽ നെഗറ്റീവ് ആണ്. സം നോട്ട് നോട്ടാണ്. അത് പോരാ. ഫിലോസഫേഴ്സിന് എന്താക്കണം? നൺ ഫിലോസഫേഴ്സ് എന്നാക്കണം. അത് ആക്കിയിട്ടില്ല. അപ്പൊ അതും പറ്റൂല. പിന്നെ ഉള്ളതാണ് സം നൺ ഐഡിയലിസ്റ്റ് ആർ നോട്ട് നൺ ഫിലോസഫേഴ്സ്. ഈ ഓപ്ഷൻ 4 ആണെന്ത് കറക്റ്റ് ആൻസർ. 8-3 ആയില്ലേ? ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ, ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ. നമ്മൾ തുടക്കത്തിലാണ് നമുക്ക് കുറച്ച് വിശദീകരിക്കേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പോട്ടോ. ഇത് കളയാൻ എന്താ ഓപ്ഷൻ ഉള്ള ഉറപ്പ്? ക്വസ്റ്റ്യൻ കാണണ്ടല്ലോ അല്ലെ? ഇതൊക്കെ മുമ്പ് കഴിഞ്ഞ നെറ്റ് എക്സാമിൽ ചോദിച്ച ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളിപ്പോ കഴിഞ്ഞ നെറ്റ് എക്സാമിൽ നിങ്ങൾ അവിടെ പോയിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരേണ്ടിയിരുന്ന ചോദ്യങ്ങളാണിത്. സഹില ഓപ്ഷൻ എ 1 ആണെന്നാണ് പറഞ്ഞത്. നോക്കാം. എല്ലാവരും ചെയ്യട്ടോ. 16 ആൾക്കാരുണ്ടല്ലോ. 15, 14, 13 പേരെങ്കിലും ചെയ്യണം അല്ലെ? ഒന്ന് ചെയ്തോ, കിട്ടും. ഇനി കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആൻസർ എങ്കിൽ ചെയ്യേ. ഇതിപ്പോ തെറ്റിയാലും അതാ കൊളാവാനൊന്നും ഇല്ലല്ലോ. നമുക്ക് ആർക്കും പരസ്പരം അറിയൊന്നുമില്ലല്ലോ. ഒരു പേടിയും പേടിക്കണ്ട. റിയാസ് 1, ഓപ്ഷൻ 1 എന്ന് പറഞ്ഞല്ലേ? ഞാൻ സാധാരണ നിങ്ങൾക്കും എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ പറയുന്ന ഓപ്ഷൻ തരാറുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തവർ പെട്ടെന്ന് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ എന്ത് ചെയ്യാം, അങ്ങനെ ആക്കാം. നമ്മൾ പരസ്പരം നിങ്ങൾക്കും കൂടി പറയാനുള്ള അവസരം തന്നു കണ്ടാക്കാം. ഓപ്ഷൻ 1. സ്കോർ ഓഫ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറഞ്ഞ ഭാഗമാണ്. റിലേഷൻ എന്താണ്? വൺ ഓഫ് ദം ട്രൂ ആണെങ്കിൽ അതർ മസ്റ്റ് ബി ഫാൾസ് ആൻഡ് വൈസ് വേഴ്സ. ഇതിലൊന്നും കൺഫ്യൂഷൻ പാടില്ല കേട്ടോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ പറഞ്ഞു, അതിൽ ഒന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ചോദിച്ചുള്ളൂ. അതെന്താണ്? കോൺട്രാഡിക്ടറി ആണ്. ആ കോൺട്രാഡിക്ടറിന്റെ പ്രത്യേകത തന്നെ പറഞ്ഞത്, ഇഫ് വൺ ഓഫ് ദം ഈസ് ട്രൂ, ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റത് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഫാൾസ് ആയിരിക്കും. ആൻഡ് വൈസ് വേഴ്സ. വൈസ് വേഴ്സ എന്നാൽ ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റത് ട്രൂ ആയിരിക്കും. ഇതാണ് നമ്മൾ കോൺട്രാഡിക്ടറി റിലേഷന്. അങ്ങനെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്ന് നോക്കിട്ടാ എല്ലാരും ഒന്നും തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഗുഡ് ഗുഡ്. അപ്പൊ എല്ലാവരും ഒന്നെന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അതിൽ കോൺട്രാക്ടറി സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് അപ്പൊ എല്ലാത്തിന്റെയും കാറ്റഗറി അത് മനസ്സിലാക്കല്ലേ? ആൾ മാമൽസ് ആർ വെർട്ടിബ്രേറ്റസ്. ഇതിന്റെ കാറ്റഗറി എന്താണ്? ഇതിന്റെ കാറ്റഗറി എ ആണല്ലോ അല്ലെ? കാരണം യൂണിവേഴ്സൽ അഫർമേറ്റീവ് അല്ലേ? എ ആണ്. രണ്ടാമത്തെ നോ മാമൽസ് ആർ വെർട്ടിബ്രേറ്റ്സ് എന്ന് വെച്ചാൽ അതിന്റെ കാറ്റഗറി ഇ ആണ്. സം നൺ മാമൽസ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. സം ആണ്, നോട്ട് ആണ്. സം നോട്ട് എന്ന് പറഞ്ഞാല് ഓ ആണ് അല്ലെ? പിന്നുള്ളത് സം മാമൽസ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ഇതും തന്നെയാണ്, സം ആണ്, നോട്ട് ആണ്, ഓ എന്നുള്ളതാണ്. ഇനി ഇവിടെ നണ്ണൊന്നും നോക്കണ്ട, നമ്മളെ കാറ്റഗറി അതിലൊന്നും മാറില്ല. നണ്ണായാലും ഒന്നും കാറ്റഗറി മാറില്ല, അത് ഓ തന്നെയാണ്. അപ്പൊ എ ഇ ഒ ഒ ഇതാണ് ഇവിടുത്തെ റിലേഷൻസ് ഉള്ളത് ആണല്ലോ. ഇതിൽ നമുക്ക് ഇനി നോക്കേണ്ട കാര്യം എന്നുള്ളത്, ഇതില് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഏതൊക്കെയാ ഉള്ളത്? നമ്മൾ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് എയും ഓയും തമ്മിലും ഇയും ഐയും തമ്മിലാണ്. ഉത്തരം കിട്ടിയില്ലേ? എയും ഓയും തമ്മിലും ഇയും ഐയും തമ്മിലാണ്. അപ്പോ ഇതിൽ എയും ഓയും തമ്മിലുള്ള റിലേഷൻ ഏതാ ഉള്ളത്? ഇത് ഏതാ? ഓതാ. ഇവിടെ രണ്ട് ഓ ഉണ്ട്. പക്ഷെ ഒന്നാമത്തെ ഓക്ക് ഒരു പ്രശ്നമുണ്ട്.
ഒന്നാമത് ഓർക്ക് എന്താക്കിന് മാമൽസ് എന്നുള്ള പിടിച്ചിട്ട് നൺ മാമൽസ് എന്നാക്കിക്കണ്. അത് നമുക്ക് എന്ത് ചെയ്യും, അർത്ഥം മാറും. അത് പറ്റൂല. നമുക്ക് എന്തെന്നെ ആവണം, അത് ഈ സെന്റൻസ് തന്നെ നമ്മൾ എന്താക്കിക്കുക, ഓ കാറ്റഗറി ആക്കിക്കുക. അതേതാണ്, ആൾ മാമൽസ് ആർ വെർട്ടിബ്രേറ്റ്സ് എന്നുള്ളതിന്റെ നേരെ കോൺട്രാക്ട് ഏതെന്ന് വെച്ചാൽ സം മാമൽസ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് എന്നുള്ളതാണ്. ഇത് എന്തിന്റെ വെർട്ടിബ്രേറ്റ്സ് ആണ്, അല്ല അത് എന്തിന്റെ കോൺട്രാക്ട് ആണ്? ഈ മൂന്നാമത്തത് ആൾ നൺ മാമൽസ് ആർ വെർട്ടിബ്രേറ്റ്സ് എന്ന് ചോദിച്ചാൽ അതിന്റെ കോൺട്രാക്ട് ആണ് എന്ത്, സം നൺ മാമൽസ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് എന്നുള്ളത്. ഇവിടെ ചോദ്യം എന്താണ്, ആൾ മാമൽസ് ആർ വെർട്ടിബ്രേറ്റ്സ് എന്ന് വെച്ചാൽ അതിന്റെ കോൺട്രാക്ട് എന്തെന്നെ ഉള്ളൂ, സം മാമൽസ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. അപ്പോ എയും ഡിയുമാണ്, എ ആൻഡ് ഡി ഓൺലി ഓപ്ഷൻ ഫസ്റ്റ്, ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്. അപ്പൊ എല്ലാവരും പറഞ്ഞ ആൻസർ ക്ലിയർ ആണ്, കറക്റ്റ്. ഓക്കെ, അപ്പൊ എയും സിയും പറയരുത്. എയും സിയും പറഞ്ഞാൽ പ്രശ്നം മനസ്സിലായില്ല മൻസൂർ? പ്രശ്നം മനസ്സിലായില്ലേ? ഇവിടെ നൺ മാമൽസ് എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ കോൺട്രാക്ട് എന്തായിരിക്കും, ആൾ നൺ മാമൽസ് ആർ വെർട്ടിബ്രേറ്റ്സ്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് അതിന്റെ കോൺട്രാക്ട് ആയിട്ട് എന്ത് പറയാ, സം നൺ മാമൽസ് ആർ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയാം. സോറി, ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയാം. അത് അങ്ങനെയാണ് കറക്റ്റ്. പക്ഷെ നമ്മളിവിടെ നൺ മാമൽ അല്ലല്ലോ, വെറും മാമൽസ് എന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ കോൺട്രാക്ട് സം മാമൽസ് ആർ വെർട്ടിബ്രേറ്റ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഗുഡ്. നൺ പറ്റിച്ചില്ലേ? ഓക്കെ. അത് നോട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ ഇത് ക്വസ്റ്റ്യന് ഞാനിപ്പോ ഇത് കോൺട്രാക്ട് ആന്നൊക്കെ പറഞ്ഞോണ്ടില്ല, കുറച്ചും എളുപ്പമല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലേ? ഗുഡ്. എന്നാലും ഞാൻ മനസ്സിലാക്കാൻ പറയാണ്, ഇത് നമ്മൾ വരുന്ന സമയത്തും ഫസ്റ്റ് ചോദ്യങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഈ ചോദ്യത്തിനാണ് ഒക്കെ ഉള്ളത്. ഈ ചോദ്യത്തിൽ കണ്ടില്ലേ, ചോദ്യത്തിൽ എന്താണ്, ആദ്യം സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ആണ്. അപ്പൊ നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിലേക്ക് മാത്രം വരും. അതിൽ കുറച്ച് 4 റിലേഷൻസ് ഉള്ളത്, കോൺട്രാക്ടറി, കോൺട്രറി, സബ് കോൺട്രറി, സബാൾട്ടൻ. നമ്മൾ പഠിക്കും, ഒന്നുകൂടി പഠിക്കാം. അപ്പൊ ആ റിലേഷൻസ് ഉള്ളത് അതിൽ ഏതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പൊ ഇവിടെ കൊടുക്കുന്നത്, ഇഫ് വൺ ഓഫ് ദം ഈസ് ട്രൂ ദ അതർ മസ്റ്റ് ബി ട്രൂ ആൻഡ് വൈസ് വേഴ്സ. ഇത് കോൺട്രാക്ടറിന്റെ റിലേഷൻ ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ നേരെ കോൺട്രാക്ടർ എടുക്കുന്നു, ഉത്തരം കിട്ടുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഒരാൾക്ക് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്താണെന്നും ഈ പറയുന്ന ബന്ധം ഉണ്ടല്ലോ, ഇഫ് വൺ ഈസ് ട്രൂ ദ അതർ മസ്റ്റ് ബി ഫാൾസ്, ഇത് അറിയുന്ന ഒരാൾക്ക് ഇതിന് ഉത്തരം കിട്ടൂലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? എന്നാൽ സംഭവം കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സോറി. ഗുഡ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ലോജിക്കലി ഈക്വാലന്റ്? ഫസ്റ്റ് ചോദിച്ച പോലെ കേട്ടോ, പക്ഷെ ഇത് കുറച്ചും കൂടി കൂടിയ രീതിയിലാണ്. 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉത്തരം കണ്ടെത്തണം. അപ്പൊ ഇതിൽ ചോദ്യത്തിന്റെ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദ്യത്തിന്റെ പ്രത്യേകത പറയാം. നമ്മൾ നേരത്തെ തന്നെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിനോട് ഈക്വാലന്റ് ആയിട്ടുള്ള മറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ്, ഇവിടെ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റുകൾക്കിടയിൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ, ഒന്നുകിൽ ഇത് രണ്ടിലാകാം, അല്ലെങ്കിൽ ഇതുമാകാം, അല്ലെങ്കിൽ ഇതുമാകാം, അല്ലെങ്കിൽ ഇതുമാകാം. ഏതോ 2 സ്റ്റേറ്റ്മെന്റ് തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഈക്വാലൻസി എന്ന് പറയുന്ന ബന്ധമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ലോജിക്കലി ഈക്വാലന്റ് ആവുമെന്ന് പറയുന്ന ബന്ധമുണ്ട്. ആ 2 സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. നിങ്ങൾ അർത്ഥമൊന്നും ആലോചിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺട്രാപോസിറ്റീവ് ഇവിടെ ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കിക്കാളി. ഇല്ലാന്നുണ്ടെങ്കിൽ അറിയുന്ന മാതിരി എഴുതി നമുക്ക് ബാക്കി പറയാം. ആൻസർ കിട്ടിയാ പറയണേ. ഓപ്ഷൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ 1, 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവര് നോക്കി ചെയ്താൽ മതി. നന്നായി നോക്കിയതോളൂ. ഒന്നു ചെയ്ത ആള് പോയോ? ഒരു അസീസ് ഉണ്ടായിരുന്നല്ലോ ഒന്നു ചെയ്ത ആള്. സഹില മാത്രമേ ഉള്ളൂ അല്ലെ? സി ആൻഡ് ഡി എന്ന് പറഞ്ഞു. ആൾ നൺ ബീവറേജസ് ആർ നൺ ലിക്വിഡ്സ്. ആൾ നൺ ലിക്വിഡ്സ് ആർ നൺ ബീവറേജസ്.
റഹ്മാൻ ആസാദും അതാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. 4 ഞാൻ പറയല്ലേ, ഞാൻ പറയാം, അത് നല്ലത്. കാരണം നിങ്ങൾ എപ്പോഴും ഇത് പരിചയപ്പെടാത്ത ഭാഗമാണ് തോന്നുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടേണ്ട. നമുക്ക് അടുത്തതിൽ നമുക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും അല്ലെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിൽ എങ്ങനെ വെച്ചാല് നമ്മൾ നേരത്തെ ലോജിക്കലി ഈക്വലന്റ് ആവുന്ന കേസിൽ നമ്മൾ ഒന്ന് പഠിച്ച്, അത് മറക്കരുതിട്ട്, കോൺട്രാ പോസിറ്റീവ് പഠിച്ചല്ലോ. കോൺട്രാ പോസിറ്റീവ് അത് പഠിച്ച്. അപ്പൊ കോൺട്രാ പോസിറ്റീവ് പഠിക്കുമ്പോൾ ഞാൻ വേറൊരു വാക്ക് സൂചിപ്പിച്ചെന്ന്, അതിനാണ് കൺവേർഷൻ. കൺവേർഷൻ തന്നെ എന്താണ്? അപ്പുറത്ത് തിരിച്ചിടുക, അത്രേ ഉള്ളൂ. കോൺട്രാ പോസിറ്റീവ് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ നമ്മൾ എസിനെ പിടിച്ച് പി ആക്കും, പീനെ പിടിച്ച് എസ് ആക്കും, സബ്ജക്റ്റിനെ പിടിച്ച് പ്രെഡിക്കേറ്റിക്ക് മാറ്റും, പ്രെഡിക്കേറ്റിനെ പിടിച്ച് സബ്ജക്റ്റിക്ക് മാറ്റും. ഈ പരിപാടിക്കാണ് എന്ത് പറയാ? കൺവേർഷൻ എന്ന് പറയാം. അതിമ കൂടെ നെഗറ്റീവ് ആക്കുക എന്ന് പറഞ്ഞു കൂടിയാൽ എന്തായി? അത് കോൺട്രാ പോസിറ്റീവ് ആയി. അതില്ലാന്നുണ്ടെങ്കിൽ വെറും കൺവേർഷൻ. ഓക്കെ അല്ലേ? കൺവേർഷൻ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റലാണ്. എസ് പി എന്നാണെങ്കിൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ്, ഫസ്റ്റ് സബ്ജക്റ്റ് വരല്, പ്രെഡിക്കേറ്റ് വരല്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിനെ കൺവേർഷൻ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ പ്രെഡിക്കേറ്റിനെ ഫസ്റ്റ് പറയും, എന്നിട്ട് സബ്ജക്റ്റും പ്രെഡിക്കേറ്റിനെ ഫസ്റ്റ് കൊണ്ടുവരും, സബ്ജക്റ്റിനെ അപ്പുറത്തും കൊണ്ടുവരും. ഇതിനാണ് കൺവേർഷൻ എന്ന് പറയാം. പക്ഷെ ഈ കൺവേർഷനിൽ പ്രത്യേകം വെച്ചാൽ ഇപ്പൊ ഇതിൽ നോക്കി നോക്കുക, നോ ലിക്വിഡ്സ് ആർ ബീവറേജസ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ നേരെ തിരിച്ചിട്ടുകയാണ് എന്ത്? നോ ബീവറേജസ് ആർ ലിക്വിഡ്സ്. കണ്ടോ? ഇവിടെ ബീവറേജസ് രണ്ടാമത് വന്നിട്ടുള്ളത്, അതിന് നമ്മൾ ഒന്നാമത് കാക്കി. കണ്ട? ലിക്വിഡ്സ് ഒന്നാമതായിരുന്നു, അതിന് രണ്ടാമത് കാക്കി. അപ്പൊ തമ്മിൽ കൺവേർഷൻ ഉണ്ട് ഇല്ലേ? ഉണ്ട്. ഇനി വേറെ കൺഫ്യൂഷൻ എന്താ വെച്ചാല്, ഇതേ സാധനം എവിടെയുണ്ട്? അടിയിലും ഉണ്ട്. കണ്ട? അടിയിലും ഇല്ലേ? ആൾ നൺ ബീവറേജസ്, ഇതാണല്ലോ ഇവിടുത്തെ സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് എന്താണ്? നൺ ലിക്വിഡ്സ്. ഈ പ്രെഡിക്കേറ്റ് നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുന്നത് കണ്ട, ഒന്നാമത് കൊടുക്കുന്നത് നൺ ലിക്വിഡ്സ്. നൺ ബീവറേജ് എന്നുള്ളതിന് ഇപ്പുറത്തും കൊടുക്കുന്നത്. അപ്പൊ ഇതും കൺവേർഷൻ അല്ലേ? അപ്പൊ 2 കൺവേർഷൻ ഉണ്ടാ. ഇവിടെ ഉത്തരം നമുക്ക് ഒന്നല്ലേ കൊടുക്കാനുള്ളൂ എന്ന സംശയം ഉണ്ടാകും. ആ സംശയത്തിന്റെ മറുപടിയാണ് കൺവേർഷനിൽ കുറച്ച് നിയമങ്ങളുണ്ട്. നമുക്ക് എല്ലാത്തിനെയും പിടിച്ച് നമുക്ക് കൺവേർട്ട് ആക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ പറയാണ് എല്ലാ ആൾ മെൻ ആർ മോർട്ടൽ. ആൾ മെൻ ആർ മോർട്ടൽ, മനുഷ്യരെല്ലാവരും മരിച്ചു പോകും എന്ന് പറയുന്നതായിരിക്കാം. അത് സിമ്പിൾ ഉദാഹരണം പറഞ്ഞു. നമ്മൾ ഇനി ഉദാഹരണം കൊണ്ടും കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ നമ്മൾ ലോജിക്ക് പഠിക്കാനൊന്നും, നമുക്ക് നെറ്റ് എക്സാമിൽ പാസ് ചെയ്യാനല്ലേ. അപ്പൊ ആൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുകയാണെങ്കിൽ മനുഷ്യരെല്ലാവരും മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൺവേർഷൻ എന്താണ്? ആൾ മോർട്ടൽ ആർ മെൻ. മരിച്ചു പോകുന്നവരൊക്കെ മനുഷ്യരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ അടുത്ത കുരങ്ങനും ആരായിരിക്കും? മനുഷ്യനായിരിക്കും. കുരങ്ങ മരിച്ചു പോകില്ലേ? പട്ടി മരിച്ചു പോകില്ലേ? മറ്റെല്ലാ അനിമൽസും ബേർഡ്സും ഒക്കെ മരിച്ചു പോലെ ഒക്കെ മനുഷ്യരാണോ? അല്ല. അപ്പൊ ഈ കൺവേർഷൻ തെറ്റല്ലേ? അപ്പൊ ഈ കൺവേർഷൻ ലോജിക്കലി ഈക്വലന്റ് ആവണ്ട? ഇല്ല. അപ്പൊ കൺവേർഷന് കുറച്ച് നിയമങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറയണത്. ഇത് ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ ആൾ മെൻ ആർ മോർട്ടൽ, ഇതാണല്ലോ യൂണിവേഴ്സൽ അഫർമേറ്റീവ്. ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് എ ആണല്ലോ അല്ലെ? എനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. മറിച്ച് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമ്മൾ ഐയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ സം ആൾ മെൻ ആർ മോർട്ടൽ എന്നുള്ളതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് മാത്രമല്ല എന്താക്കും വേണം? അതിനെ സം ആക്കും വേണം. സം മോർട്ടൽ ആർ മെൻ. മരിച്ചു പോകുന്നവരെല്ലാവരും മനുഷ്യരാണ്, എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്ന പറഞ്ഞാല് പിന്നെ അതിന് നമുക്ക് കിട്ടുന്ന ലോജിക്കലി ഈക്വലന്റ് ആയിട്ടുള്ള കൺവേർഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ ഐ ആയിരിക്കും, സം ആയിരിക്കും. സം എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നതിലെ കുറഞ്ഞ ആളുകൾ. അതായത് കുറെ ആളുകൾ മരിച്ചു പോകേണ്ട, അതിൽ ചിലവരെന്താണ്? മനുഷ്യരാണ്. ഇപ്പൊ കറക്റ്റ് അല്ലേ? ട്രൂ അല്ലേ? അപ്പൊ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്റെ കൺവേർഷൻ എ അല്ല, യൂണിവേഴ്സൽ അഫർമേറ്റീവിന്റെ കൺവേർഷൻ യൂണിവേഴ്സൽ അഫർമേറ്റീവ് അല്ല, മറിച്ച് സം ആണ്. അവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്? ആൾ നൺ ബീവറേജസ് ആർ നൺ ലിക്വിഡ്സ് എന്നുള്ളതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എക്ക് തന്നെയാണ്, ആൾക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടിലും കൺവേർഷൻ എന്താവൂല? ലോജിക്കലി ഈക്വലന്റ് ആവൂല. ഇനി അതേ സമയത്ത് നമ്മളുടെ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? നോ മെൻ ആർ ഇമ്മോർട്ടൽ. മനുഷ്യരാരും ചിരഞ്ജീവികളല്ല, മരിച്ചു പോകാത്തവരല്ല, എല്ലാവരും മരിച്ചു പോകുന്നവർ. ഒരു ആർ ഇമ്മോർട്ടൽ എന്നാണ് അല്ലെ? ഇമ്മോർട്ടൽ. അപ്പൊ മനുഷ്യരൊക്കെ എടുത്താൽ അവരൊന്നും ആരാവൂല, ഇമ്മോർട്ടൽ ആവില്ല, എല്ലാവരും മോർട്ടൽ ആയിരിക്കും, ഇമ്മോർട്ടൽ ആവൂല. ഇതിന്റെ കൺവേർഷൻ, ഇതിന് നമ്മൾ എന്ത് പറയാ? ഇ എന്ന് പറയില്ലേ? ഈ ഇന്റെ കൺവേർഷൻ എന്ത് തന്നെയാണ്? ഇന്റെ കൺവേർഷൻ ഇ തന്നെയാണ്. നമ്മൾ നേരെ തിരിച്ചിട്ടാൽ മതി.
നോ ഇമ്മോർട്ടൽ. നോ ഇമ്മോർട്ടൽ ആർ മെൻ. മരിച്ചു പോകാത്തവരിൽ നിന്ന് എടുത്താല് ചിരഞ്ജീവികളായ കാര്യങ്ങളൊക്കെ എടുത്താൽ അതിലൊന്നും ആരുണ്ടാവില്ല, മനുഷ്യരുണ്ടാവില്ല. ഓക്കെ അല്ലേ? രണ്ടും ലോജിക്കലി ഈക്വാലന്റ് അല്ലേ? ഇതിനാണോ എന്ത് പറയാ, കൺവേർഷൻ എന്ന് പറയാം. നമ്മൾ എന്ത് പറയാ, ഐ എടുക്കുക സമ്മിന്, നമ്മൾ സം എൻ ആർ മോർട്ടൽ എന്ന് പറഞ്ഞേക്കുക, അതിന്റെ കൺവേർഷൻ എന്ത് തന്നെയാണ്, ഐ തന്നെയാണ്. ഐന്റെ കൺവേർഷന് ഐ തന്നെ. സം എന്നുള്ളതിനെ കൺവേർട്ട് ചെയ്താൽ നേരിട്ട് സമ്മിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. ഇനി സം നോട്ടിന് എന്തില്ല, കൺവേർഷൻ ഇല്ല. സം നോട്ട് ഉണ്ടല്ലോ ഓ, അതിന് കൺവേർഷൻ ഇല്ല. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ അല്ലെ? ഒന്ന് പറയണേ. കിട്ടുന്നില്ല എന്നല്ലേ, കൺവേർഷൻ ആകുമ്പോൾ ഒന്നല്ലേ. ക്ലിയർ ആയില്ലേ? ഷമാസ് ക്ലിയർ ആണോ? അപ്പൊ ക്ലിയർ ആണോ? ഒന്ന് ടെക്സ്റ്റ് അയച്ചാണ്. അല്ലേ, ക്ലിയർ അല്ലേ? അതെ അതെ. ഓക്കെ, താങ്ക് യു, ഗുഡ് ഗുഡ്. അപ്പൊ നമ്മളിവിടെ ഉത്തരം എന്താണ്, എയും ബിയും ആണ്. എ ആൻഡ് ബി ഓൺലി, ഓപ്ഷൻ 1 അതാണ് കറക്റ്റ്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇവിടെയാണോ? ചോദിച്ചോ. സമ്മിനെയാണോ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അല്ല, സംനോട്ടിനെ സമ്മിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സമ്മിനെ സമ്മിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം. സംനോട്ടിന് കൺവേർഷൻ ഇല്ല. ഓക്കെ. ഓക്കെ. ഈ സൂമിൽ ഇത് മൊത്തമായിട്ട് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാ? നമ്മൾ ഈ ചെയ്ത വെച്ച് മൊത്തമായിട്ട് ആർക്കെങ്കിലും അറിയാം? ഇത് ഓരോന്ന് എറേസ് ചെയ്യാതെ ഓപ്ഷൻ ഇല്ല അല്ലേ? ഓക്കെ. ഞാൻ സാറിന് ഗൂഗിൾ മീറ്റ് ആണ് ക്ലാസ് എടുക്കാറേ, സൂം ക്ലാസ് എടുക്കാറില്ല, അതുകൊണ്ട് ഒരു പരിചയക്കുറവുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. 8:25 കൺവേർഷൻ AP മൻസൂർ ചെയ്തത് അല്ലേ? ഐയിലേക്ക്, ഇയിലേക്ക് തന്നെ, ഐയിലേക്ക് തന്നെ. ചോദ്യമാണ് ഇതിന് ഒരു ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും, ഞാൻ ഈ പറഞ്ഞൊക്കെ നമ്മുടെ ഈ ഒരു എഡ്യൂവൈസിനെ വളരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ഞാൻ. എന്റെ വോയിസ് ക്ലിയർ ഉണ്ടോ? വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കണില്ല തോന്നുന്നു. ഓക്കെ. ഇപ്പൊ എന്താ പാട്? ഇപ്പോൾ എന്താ പാട്? നെറ്റിന്റെ ഇപ്പൊ എന്താ പാട്? ഇപ്പൊ കേൾക്കണ്ട? ഹലോ? മുക്തകണ്ഠം ഈ ഒരു സെഷൻ വളരെ പ്രധാനമാണ്. ഇങ്ങനെ സെഷൻ നടത്തുക എന്നുള്ളത്, കാരണം തൊട്ട് മുമ്പ് നടന്ന സമാന ചോദ്യങ്ങൾ തന്നെ 2018 PYQs പഠിക്കും. തൊട്ട് മുമ്പ് നടന്ന എക്സാമിലെ ഈ ലോജിക്കൽ കാര്യത്തിൽ നിങ്ങൾക്ക് നന്നായി ക്ലിക്ക് ആവുന്ന ഞാൻ മനസ്സിലാക്കണം. കുട്ടികളെ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് നമുക്ക് അവർ ഫാലസി ഒന്ന് നോക്കിട്ടോ. ഫാലസി ഓൾറെഡി ഉണ്ടല്ലേ? ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട് സാർ. സ്റ്റക്ക് ഉണ്ട് അല്ലേ? ഇവിടെ കറണ്ട് പോവും, നെറ്റ് കൽപ്പി ഇടക്ക് പോവും, ഇടക്ക് വരും, അങ്ങനെയൊക്കെയാണ്. സാറേ
ഈ ചോദ്യത്തിന് ആൻസർ കേട്ടോ ചാറ്റ് ബോക്സിൽ. More laws added on the past years ago before, yet the number of crimes of committed increased. To bring the crime laws, which fallacies come? മൻസൂർ ആൻസർ ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയാ പറയട്ടോ. 31 അവസാനിപ്പിക്കുക. ചോദ്യം കൂടി പറയല്ലേ അല്ലെ? അതിന്റെ സൗണ്ടുകളാണ്. യുവർ ഇന്റർനെറ്റ് കണക്ഷൻ ഈസ് അൺസ്റ്റേബിൾ. കോസൽ ഫാലസി അല്ലെ? അപ്പൊ നമ്മൾ പറയാം, ഫാലസിനെ അറിയാത്തവരോ ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പറയാം. എന്റെ ശബ്ദം ക്ലിയർ ആവുണ്ടോ ഒന്നും കൂടി പറഞ്ഞാണേ, നിങ്ങൾക്കൊരു മനസ്സമാധാനത്തിന്. ഇപ്പൊ ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ ഇവിടെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് നമ്മൾ അത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് more laws have been added on the books in the past 5 years. അപ്പൊ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കുറെ നിയമങ്ങൾ നമ്മൾ പുസ്തകത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ കുറെ നിയമങ്ങൾ നമ്മൾ കുട്ടികളൊക്കെ പഠിപ്പിച്ച് അതേ വർഷം തന്നെയാണ് ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്ന എണ്ണം കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്രൈംസിന്റെ എണ്ണം കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ നിയമങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഒഴിവാക്കണം. ഇതാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഫാലസി എന്നറിയില്ല. ഫാലസി എന്ന് പറഞ്ഞാല് നമ്മൾ ആളെ ഒരു സ്റ്റേറ്റ്മെന്റ് വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യുക? നമ്മളെ കബളിപ്പിക്കുകയാണ്. ഇത് തെറ്റാണ്, പറഞ്ഞത് തെറ്റാണ്. പക്ഷെ എന്താ ഒരു ലോജിക്കലായിട്ടാണ് ഇതിന്റെ തെറ്റ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇതിലെ തെറ്റ് എങ്ങനെയാണ്? ഇതിലെ ഫാലസി എങ്ങനെ വരുന്നത് വെച്ചാൽ ഇപ്പൊ 4 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് റെഡ് ഹെറിംഗ് ഫാലസി, സ്ട്രോമാൻ ഫാലസി, സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി, അതേപോലെ തന്നെ ഫാൾസ് കോസ് ഫാലസി. നമ്മൾ ആദ്യം 4 ഫാലസിയും പരിചയപ്പെടുക. നമ്മൾ ഇനി വഴിയെ ഓരോ ഉദാഹരണം വരുമ്പോൾ കുറച്ച് ഫാലസികളാണ് പരിചയപ്പെടുക. റെഡ് ഹെറിംഗ് ഫാലസി എന്നതാ? ഈ ഫാലസി വെച്ചാൽ ഡിസ്ട്രാക്ഷൻ ആണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ അതൊന്നല്ലാതെ വേറൊരു കാര്യം പറയാം. നമ്മളൊരു കാര്യം ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ആർഗ്യുമെന്റ് പറഞ്ഞു. നമ്മൾ സിമ്പിളായ റെഡ് ഹെറിങ്ങിന് പറയാറ് വലിയൊരു നമ്മളിപ്പോ സാധാരണ നിത്യജീവിതത്തിലൊക്കെ റെഡ് ഹെറിങ് ഈ പറയുന്ന ഫാലസി ഒക്കെ സംഭവിക്കുമല്ലോ. നമ്മൾ കുട്ടിനോട് ഒരു ഉമ്മ കുട്ടിനായിട്ട് ഇങ്ങനെ വഴിയിലൂടെ പോണ സമയത്ത് നല്ലൊരു ഐസ്ക്രീം കാണുമ്പോൾ ഉമ്മ ഐസ്ക്രീം വാങ്ങി തരുന്ന വരുമ്പോ കുട്ടിനോട് ഉമ്മ ചോദിക്കുക, അല്ല ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ എന്താ പറഞ്ഞേ? വേറെ വിഷയം ഇടൂലേ? അങ്ങനെ വിഷയം മാറ്റിക്കൊണ്ടുതന്നെയാണ് റെഡ് ഹെറിംഗ് എന്ന് പറയാം.
ഒരു ലോജിക്കിൽ വരുമ്പോൾ ഇതിന്റെ ഉദാഹരണമൊക്കെ മാറട്ടെ. നമ്മൾ അതിന്റെ ഉദാഹരണം എത്തുമ്പോൾ നമുക്ക് പറയാം. രണ്ടാമത് സ്ട്രോമാൻ ഫാലസി ആണ്. സ്ട്രോമാൻ ഫാലസി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഫാലസികളൊക്കെ പരിചയപ്പെട്ടാൽ നിങ്ങൾ ലൈഫിലെ നിങ്ങൾ ഒരാളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ ഫാലസികളുണ്ട്, നിങ്ങളോട് പറഞ്ഞ ഫാലസികൾ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, കുറേ ഫാലസികൾ ഉണ്ടാവും. അപ്പൊ ആ ഫാലസികൾ നമ്മൾ ലൈഫിൽ നമ്മളൊക്കെ പറയണതാണ്. അതിൽപ്പെട്ട ഒരു ഫാലസിയാണ് സ്ട്രോമാൻ ഫാലസി. നമ്മൾ എന്നും പറയും. നമ്മളൊരാൾ പ്രത്യേകിച്ച് കളിന്റെ കാര്യത്തിലോ നമ്മൾ സാധനം തർക്കിക്കുന്ന പൊളിറ്റിക്സോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന ഒരു ഫാലസിയാണ് സ്ട്രോമാൻ. നമ്മളൊരു ആർഗ്യുമെന്റ് പറഞ്ഞിരിക്കാം, അവര് നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റിനെ എതിർക്കൂല. പിന്നെന്താ കാട്ടുക? നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റിനെ അതിന്റെ ഏറ്റവും വീക്കായ ഒരു ആർഗ്യുമെന്റിലേക്ക് അതിനെ മാറ്റും, എന്നിട്ട് എന്നിട്ട് അതിനെ എതിർക്കും. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞിരിക്കാം, നരേന്ദ്രമോദിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഭരണ സംവിധാനത്തെ കുറിച്ച് ഞാനത് പറഞ്ഞ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, നിങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നിങ്ങൾ അപമാനിച്ചു എന്ന രീതിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ അപമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ വേറെന്തൊരു കാര്യം ഞാൻ എതിർത്തുണ്ടാവുമല്ലോ. അപ്പൊ അതിനെ വെച്ചിട്ട് എന്ത് പറയാം, നിങ്ങൾ പറഞ്ഞത് ഇന്നതാണെന്ന് നമ്മൾ എതിരാളി ഇങ്ങോട്ട് പറയാം. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആവൂല, എന്റെ ആർഗ്യുമെന്റ് ആവൂല. ആ ആർഗ്യുമെന്റിനെ അതിന്റെ ഏറ്റവും വീക്കായ ആർഗ്യുമെന്റിലേക്ക് മാറ്റിയിട്ട് അയച്ച് പറഞ്ഞത് ഇതല്ലേ, അതിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നുള്ളത് എന്ത് രാജ്യസ്നേഹം എന്നൊക്കെ. അപ്പൊ അതാണ് സ്ട്രോമൻ ഫാലസി എന്നുള്ളത്. നമ്മളെ ഓപ്പണന്റിന്റെ ആർഗ്യുമെന്റിന്റെ വീക്കസ്റ്റ് ലെവലിലേക്ക് അതിനെ കൊണ്ടുപോയിട്ട് എന്നിട്ട് ആ രണ്ടാമത്തെ വീക്കസ്റ്റ് പോയിന്റ് എടുത്തിട്ട് അതിനെ എതിർക്കുക. അപ്പൊ നല്ല സുഖം എതിർക്കാന്. ഇനി സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാല് ഇറ്റ് ലീഡ്സ് ടു, ഇത് ഇങ്ങനെ ഉണ്ടായാല് അത് ഇന്നിലേക്ക് നയിക്കും, അത് മറ്റേലേക്ക് പോകും, അത് ഇങ്ങനെ ഉണ്ടാവും, അതുകൊണ്ട് ഇത് വേണ്ട. ഫസ്റ്റ് ഒരു കാര്യം, ഒരു എ ഉണ്ടായാല് അതുകൊണ്ട് ബി ഉണ്ടാവും, ബി ഉണ്ടായാലും സി ഉണ്ടാവും, സി ഉണ്ടായാലും ഡി ഉണ്ടാവും, ഡി ഉണ്ടായാലും എഫ് ഉണ്ടാവും, അതുകൊണ്ട് എന്ത് വേണ്ട, എ വേണ്ട എന്ന് പറയാം. അപ്പൊ അങ്ങനെ പോണിനാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയാം. അതും എന്താണ്, ഒരു ഫാലസിയാണ്. അപ്പൊ അതൊന്നും നമ്മളിതിൽ വരുന്നില്ല. ഇനി നാലാമത്തെ ഒരു ഫാലസി ഉണ്ട്, ആ ഫാലസിയാണ് ഫാൾസ് കോസ് എന്നുള്ളത്. ഫാൾസ് കോസ് എന്നാല് രണ്ട് കാര്യം ഒപ്പം സംഭവിച്ചു, രണ്ട് കാര്യം കൊറലേഷൻ ഉണ്ടായി, ഒപ്പം സംഭവിച്ചു. കൊറലേഷൻ ഉണ്ടായി എന്ന കാരണത്താൽ നമ്മൾ എന്ത് പറയാ, കൊറലേഷൻ ഉണ്ടായി എന്ന കാരണത്താൽ നമ്മൾ പറയാ ഈ ഒന്ന് മറ്റൊന്നിന്റെ കാരണമാണ് എന്ന് പറയാം. അത് പറയുന്നത് തെളിവടിസ്ഥാനാണെങ്കിൽ ഓക്കെ, രണ്ട് കാര്യം ഒപ്പം സംഭവിച്ചു, അപ്പൊ മറ്റൊന്നിന്റെ കാരണം എന്നുള്ള തെളിവുണ്ട്, അപ്പൊ ഓക്കെ. ഒരു തെളിവും ഇല്ലാതെ, വിത്തൗട്ട് എനി എവിഡൻസ് ആൻഡ് പ്രൂഫ് വി സേ ദാറ്റ് ദ ഫസ്റ്റ് വൺ ഈസ് ദ കോസ് ഓഫ് ദ സെക്കൻഡ് വൺ. ഒന്നാമത് രണ്ടാമത്തിന്റെ കാരണമാണ് എന്ന് പറയാം. അപ്പൊ രണ്ടും ഒപ്പം സംഭവിക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ കഴിഞ്ഞ 5 വർഷത്തില് ലോസ് കൂടി, അതേപോലെ ക്രൈംസിന്റെ എണ്ണം കൂടി, ഇത് രണ്ടും ഒപ്പം സംഭവിച്ചു. നമ്മൾ ഇതിൽ നിന്ന് ഒരു തെളിവില്ല, നമ്മൾ ഇതിന് എന്ത് അസ്യൂം ചെയ്തെടുക്കുക, ഇതിന്റെ കാരണമാണ് ഇതിന് അസ്യൂം ചെയ്തെടുക്കുക. അപ്പൊ ആ കോസ് എന്തല്ല, എവിഡൻസ് ഇല്ലാത്തതാണ്, ഫാൾസ് കോസ് ആണ്. അവിടുത്തെ ഫാലസ് എന്താന്ന് മനസ്സിലായില്ലേ? ഫാലസ് എന്താണ്, ഫാൾസ് കോസ് ട്ടാ. ക്ലിയർ ആണോ? ആണല്ലേ? ഫസ്റ്റത്തെ റെഡ് ഹെറിംഗ് ഒന്നും കൂടെ പറയോ? റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ ആണ്. അതായത് നമ്മളൊരാളൊരു കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ നിൽക്കുക, നമ്മളൊരു ഒരാളൊരു പോലെ നമ്മൾ സംവാദത്തിലൊക്കെ കാണാൻ പറ്റും, നമ്മള് ആങ്കർ എന്ത് ചെയ്യാണ്, നമ്മൾ ഏതെങ്കിലും ഒരു സംവാദം നമ്മൾ ഉണ്ടാവില്ലേ, TV ചർച്ചകൾ, അതായത് വലിയ രാഷ്ട്രീയ പ്രവർത്തകരൊന്നും ചെയ്യൂല കേട്ടോ, രാഷ്ട്രീയ പ്രവർത്തകരല്ല, വലിയ ഇന്റലക്ച്വൽസൊന്നും ചെയ്യില്ല, നല്ല പ്രാദേശികരായ നാടൻ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഈ നമ്മളെ ചർച്ചയിലൊക്കെ മീഡിയ വണിയിലൊക്കെ ചർച്ചയിലൊക്കെ വരില്ലേ, അവരുടെ സംസാരം കേട്ടത് ഫുൾ റെഡിങ് അറിയുക. ഉദാഹരണത്തിന് ആങ്കർ ഒരു കാര്യമായിട്ട് ചോദിക്കും, നിങ്ങൾ ആ വിഷയത്തെ കുറിച്ച് കൃത്യമായ നിലപാട് പറയുന്നു പറഞ്ഞാല് അയാൾ അതിന് മറുപടി പറയില്ല, ആള് വേറെ വിഷയത്തിന് മറുപടി പറയില്ല, അല്ലെങ്കിൽ ആള് എന്താ പറയാ വെച്ചാല് അപ്പോ എന്തായാലും ഇങ്ങനെ എന്നിട്ട് വേറെ വിഷയം പറയും. അതായത് നമ്മളെ പോയിന്റിനോട് മറുപടി പറയാതെ വേറെ എന്ത് വിഷയത്തിലേക്ക് വിഷയമായിട്ട് ഡൈവേർട്ട് ചെയ്ത് മാറ്റുക, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇറലവന്റ് ആയ, അതിനോട് ഒരു പ്രസക്തി ഇല്ലാത്ത ഇറലവന്റ് ആയ വേറൊരു പോയിന്റ് പറയാം, അതിനേക്കാണ് റെഡ് ഹെറിംഗ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ. നമ്മളിന്നൊരു 15 ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ് നമുക്ക് ഉണ്ടായിരുന്നത്, പക്ഷെ സമയം അങ്ങനെ പോയത് കൊണ്ടേ നമുക്ക് ഇതും കൂടി ചെയ്ത് അവസാനിക്കല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഇതും കൂടി നമുക്ക് നിർത്താം. നമുക്ക് ഇനി ക്ലാസ്സുകളുണ്ടല്ലോ, നമുക്ക് അടുത്ത ക്ലാസ്സിന് കുറച്ചും കൂടി സ്പീഡിൽ പോവാം. ഇതൊക്കെ വ്യത്യസ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആട്ടാ, ഓരോന്നും വ്യത്യസ്ത പറഞ്ഞത്. ഇതും വേറൊരു വ്യത്യസ്ത ക്വസ്റ്റ്യൻ. ഇത് സില്ലോജിസത്തിന്റെ നിയമങ്ങളാണ്. സില്ലോജിസം അറിയുന്നവർ ചെയ്യട്ടോ, സിമ്പിളാണ്.
അസ്യൂസിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അസ്യൂസിന്റെ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാലേ ഒരു വിഷയം ഉണ്ടായാല് അത് ഇന്നതിലേക്ക് നയിക്കും, അപ്പൊ അതുണ്ടായാലും മറ്റേതിലേക്ക് നയിക്കും, അതുണ്ടായാലും ഇതിലേക്ക് നയിക്കും, അങ്ങനെ അങ്ങനെ പോവാ. ലാസ്റ്റ് ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു കാര്യത്തിലേക്ക് എത്തും. എന്നിട്ട് പറയുന്നത് നമ്മള് ഇത് ഇന്നതിന്റെ കാരണമാവും എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ പറയാണ് ചെറിയ നിസാരമായ ഒരു കാര്യം, ഇപ്പൊ ഞാനൊരു പേപ്പർ നോട്ടുക്കുന്ന കീറിയാല് പേപ്പർ കീറിയാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരും എന്നതിലേക്ക് വരെ എത്തിച്ചൂടെ? നമ്മളൊരു സാധനം നമ്മൾ അതിനെ കേട് വരുത്തുന്ന സമയത്ത് നമ്മൾ സാധനം പറയലുള്ളതല്ലാതെ അത് ഇങ്ങനെയൊക്കെ പോകും, ഇതുണ്ടായതുണ്ടാവും ഇങ്ങനെ പോയിട്ട് എന്തിലേക്ക് വരെ നയിക്കും. ലാസ്റ്റ് ഈ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകരാനുള്ള കാരണം ഞാൻ ഈ പേപ്പർ കീറിയോണ്ടാന്ന് വരെ പറയാം. അങ്ങനെ പോണിലാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയാം. അങ്ങനെ ആർഗ്യുമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനും പറയും, നമ്മളൊരു വിഷയം നമ്മൾ ഹോട്ടലിൽ കയറിയാൽ അവിടെ നമുക്ക് ഒരു കാര്യം ചായ ഒന്നും പിടിച്ചില്ല, പോരാ ഇവിടുത്തെ ബോണ്ട പോരാ, ഇവിടുത്തെ പഴംപൊരി പോരാ, ഇവിടുത്തെ പൊറോട്ട പോരാ, അങ്ങനെ ഒക്കെ അങ്ങനെ പോവാം. അങ്ങനെ കത്തി കയറി പോണേനാണ് സ്ലിപ്പറി സ്ലോപ്പ് പറയാം. ഓക്കെ ഇതിന് ആൻസർ ചെയ്യട്ടോ. അപ്പൊ ചോദിച്ച ചോദ്യം ബി ആണോ എന്നല്ലേ നോക്കി നോക്കാം. അരണ്യം ചെയ്തോളിയും. ഇത് ചോദ്യം കറക്റ്റ് നോക്കട്ടോ. ഇവിടെ കറക്റ്റിലാണ്, ഇൻകറക്റ്റ് ഏതാന്നാ ചോദിക്കണത്. 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ 4 നിയമങ്ങളല്ല, 2 ഇൻകറക്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ 1 ഇൻകറക്റ്റ് ആണല്ലോ. അപ്പൊ സില്ലോജിസത്തിന്റെ റൂൾസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. അത് ചെറിയ റൂൾസ് ആണ്, ഒരു കാര്യപ്പെട്ട ഒന്നുമില്ല, ചെറിയ. ഈ ചോദ്യമൊക്കെ വന്നാല് ഇതൊക്കെ നെറ്റ് എക്സാം ചോദിക്കാന്നുള്ളത് അത്രയും ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ പറയല്ലേ, നിങ്ങൾ ആദ്യമായിട്ട് നമുക്ക് സമയമില്ല, നമുക്ക് പറയാട്ടാ. അടുത്ത മുതൽ നമുക്ക് എന്ത് ചെയ്യാം. ഒരാൾ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഷഹില പറഞ്ഞിട്ടുണ്ട്, ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് അതിലേക്ക് എത്താം. അപ്പൊ സില്ലോജിസിന് കുറച്ച് നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ നിയമം എന്താ വെച്ചാൽ 3 പ്രൊപ്പോസൽസ് വേണം, 2 പ്രമിസുകൾ വേണം. പ്രമിസ് 1, പ്രമിസ് 2. ഇത് 2 പ്രമിസും കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷനും വേണം. ഇതാണ് ഒന്നാമത്തെ നിയമം. 2 പ്രമിസും ഒരു കൺക്ലൂഷനും വേണം. ഈ ഒന്നാമത്തെ പ്രമിസിലും 2 പ്രമിസിൽ എന്തുണ്ടായിരിക്കണം? 2 ഭാഗമുണ്ട്. 2 സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഉണ്ടാവേണ്ടത്. ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും, സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഉണ്ടാവണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഈ കൺക്ലൂഷൻ ഉണ്ടല്ലോ, കൺക്ലൂഷനും സബ്ജക്റ്റ് ഉണ്ടാവും, പ്രെഡിക്കേറ്റ് ഉണ്ടാവും അല്ലെ. ഇതിന്റെ പ്രെഡിക്കേറ്റ് ഉണ്ടല്ലോ, ഈ പ്രെഡിക്കേറ്റ് കറക്റ്റ് കേട്ടോ. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് എന്ത് പറയാം നമ്മള്? മേജർ ടേം എന്ന് പറയാം. ഇത് മാറരുത് കേട്ടോ. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനാണ് മേജർ ടേം എന്ന് പറയാം. ഇനി കൺക്ലൂഷന്റെ സബ്ജക്ട് ഉണ്ട്, കൺക്ലൂഷന്റെ സബ്ജക്ട്, അതിന് പറയാം എന്താണ്? മൈനർ ടേം എന്നാ പറയാം. മൈനർ ടേം. ഓക്കെ അല്ലേ? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് മേജർ ടേമും അതിന്റെ സബ്ജക്ട് മൈനർ ടേം എന്ന് പറയാം. ഇനി ഇതുണ്ടല്ലോ പി, നമ്മളെ മേജർ ടേം. ഈ മേജർ ടേം ഫസ്റ്റ് പ്രിമിസിലുണ്ടാവുക. ഫസ്റ്റ് പ്രമിസിൽ സബ്ജക്റ്റ് ആയിട്ടോ പ്രെഡിക്കേറ്റ് ആയിട്ടോ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. പ്രെഡിക്കേറ്റിന് ആവണമെന്നില്ല. ഈ സാധനമല്ലോ, ഇവിടെ ഏതാണോ ഉള്ളത് അത് സബ്ജക്റ്റോ പ്രെഡിക്കേറ്റോ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി, അത് ഉണ്ടാവണം. അപ്പൊ ഇതിൽ ഒരു മേജർ ടേം ഉണ്ടാവും, ഇതേ മേജർ ടേം ഉണ്ടാവും. ഈ ഒരു മേജർ ടേം അല്ല, ഇവിടെ ഏത് മേജർ ടേം ആണോ വരുന്നത് ആ മേജർ ടേം ഇവിടെ ഉണ്ടാവും. ഇനി ഇവിടെ രണ്ടാമത്തെ പ്രമിസിൽ നമ്മളെ മൈനർ ടേം ഉണ്ടാവും. നമ്മൾ ഇതിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ഉദാഹരണം കൂടി പറയാം, അപ്പൊ കറക്റ്റ് ക്ലിയർ ആവും. നമ്മൾ സാധാരണ നമ്മൾ മെയിൻ ഉദാഹരണം, ആൾ മെൻ ആർ മോർട്ടൽ. ഇത് ഒരു പ്രമിസ് ആട്ടോ, പ്രമിസ് നമ്പർ 1. ഇനി പ്രമിസ് നമ്പർ 2 എന്താ വെച്ചാല് സോക്രട്ടീസ് മോർട്ടൽ. സോറി സോക്രട്ടീസ് മാൻ അല്ലേ, സോക്രട്ടീസ് മാൻ. ഇനി കൺക്ലൂഷൻ എന്താ വെച്ചാല് സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ കൺക്ലൂഷനിൽ സബ്ജക്ട് പ്രെഡിക്കേറ്റ്, ഇതില് ഈ പറയുന്ന സില്ലോജിസം, ഇത് ഒക്കെ കൂടിയാണ് സില്ലോജിസം എന്ന് പറയാം. ഈ സില്ലോജിസിൽ മേജർ ടേം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൺക്ലൂഷൻ നോക്കുക. കൺക്ലൂഷനിൽ രണ്ടാമത് വന്ന പ്രെഡിക്കേറ്റിൽ വന്നത് നോക്കുക, മോർട്ടൽ. കണ്ടോ? ഈ മോർട്ടൽ എന്ന് പറയുന്ന മേജർ ടേം ഒന്നാമത്തെ പ്രമിസിൽ ഉണ്ടായിരിക്കും. നോക്കി ഒന്നാമത്തെ പ്രമിസ് എന്താണ്? ആൾ മെന്നാർ മോർട്ടൽ. കണ്ടാ, മോർട്ടൽ അവിടെ ഉണ്ട്. ഇനി ഈ സില്ലോജിസത്തിലെ
മൈനർ ടേം ഏതാണെന്ന് ചോദിച്ചാല് ഒന്നും ആശങ്കപ്പെടേണ്ട, കൺക്ലൂഷൻ നോക്കുക. കൺക്ലൂഷനിലെ ഒന്നാമത്തെ സബ്ജക്ട് നോക്കുക, കണ്ട സോക്രട്ടീസ്, അതാണ് ഇവിടുത്തെ മൈനർ ടേം. ഈ മൈനർ ടേം ഏത് പ്രമിസിലാണ്? ഒന്നാമത്തെ പ്രമിസിലാണോ രണ്ടാമത്തെ പ്രമിസിലാണുള്ളത്? ഉണ്ടാവേണ്ടത് രണ്ടാമത്തെ പ്രമിസിലാണ്. രണ്ടാമത്തെ പ്രമിസിലുണ്ടോ? സോക്രട്ടീസ് മാൻ, അതാ സോക്രട്ടീസ്. അപ്പൊ മേജർ ടൈം മൈനർ ടൈം വന്നില്ലേ? ഇതേ മേജർ ടൈം ഉണ്ട്, മോട്ടൽ തന്നെ ഇവിടെ വരണം, ഇതേ സോക്രട്ടീസ് വരണം. ഇനി ഇതിൽ പെടാത്ത കാര്യം അതല്ല, ഒന്നാമത്തെ പ്രമിസിൽ ഒരു മെൻ എന്നുള്ളുണ്ട്, രണ്ടാമത്തെ പ്രമിസിലും മെൻ എന്നുണ്ട്. ഇങ്ങനെ ഒന്നാമത്തെയും രണ്ടാമത്തെയും രണ്ട് പ്രമിസിലും കോമൺ ആയി ഉണ്ടാകുന്ന ഒരു ടേം ഉണ്ടാവും. ആ ടേമിന് പറയുന്ന പേരാണ്, ആ ടേമിന് പറയുന്ന ഈ മെൻ എന്നുള്ളണ്ടല്ലോ, ഈ മെൻ, ഇതിന് പറഞ്ഞ ടേമാണ് മിഡിൽ ടേം. മിഡിൽ ടേം. അപ്പൊ മേജർ ടൈം ആയി, മൈനർ ടൈം ആയി, മിഡിൽ ടൈം ആയി. അവന് ഈ രണ്ട് മിഡിൽ ടൈം എന്നുള്ളത് ഒന്നാമത്തെ പ്രമിസിലും വേണം, രണ്ടാമത്തെ പ്രമിസിലും നിർബന്ധമായിട്ടുണ്ടാവണം. അത് ചിലപ്പെങ്കിൽ വിടാവും, ചിലപ്പെങ്കിൽ വിടാവും, ചിലപ്പെങ്കിൽ വിടാവും, ഒക്കെ മാറും, ഒക്കെ മാറ്റം വരും. പക്ഷെ ഒരിക്കലും ആ കോമൺ ആയിട്ടുള്ള ടേം മിഡിൽ ടൈം എവിടെ ഉണ്ടാവില്ല? നമ്മളെ കൺക്ലൂഷനിൽ ഉണ്ടാവില്ല. കൺക്ലൂഷനിൽ എന്തേ ഉണ്ടാവുള്ളൂ? മൈനർ ടൈമും മേജർ ടൈമും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് നിയമങ്ങള്. ഇനി അതിന്റെ ഉത്തരം ചെയ്യും. ഈ ഉത്തരം ചെയ്യാലോ? ഫീഫ ഡി പറഞ്ഞു. ഇനി വായിച്ചു നോക്കി, ഒന്നാമത്തെ നോക്കി, ദ പ്രെഡിക്കേറ്റ് ടേം ഓഫ് ദ കൺക്ലൂഷൻ, ദ പ്രെഡിക്കേറ്റ് ടേം ഓഫ് ദ കൺക്ലൂഷൻ, ഓപ്ഷൻ 4 സി ആൻഡ് ഡി. അതെ, കിട്ടുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ നോക്കി? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അത് കിട്ടുന്നുണ്ടോ നോക്കി എല്ലാവരും. ഞാൻ പറയാതെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ സ്വയം പേഴ്സണലി ഒരു മെച്ചാണല്ലോ. ഓപ്ഷൻ ഡി അല്ലേ? ഗുഡ്. ഷമ്മാസ്, ഗുഡ്. ഡി കിട്ടുന്നുണ്ട് അല്ലേ? ഗുഡ്. അപ്പോ ഒന്നാമത്തെ നോക്കിയാൽ മതി. ഒന്നാമത്തെ എ എന്താണ്? ദ പ്രെഡിക്കേറ്റ് ടേം ഓഫ് ദ കൺക്ലൂഷൻ, കൺക്ലൂഷനിലെ പ്രെഡിക്കേറ്റ് ടേം ഈസ് ദ മേജർ ടേം. പറഞ്ഞല്ലോ, പ്രെഡിക്കേറ്റ് ടേം മേജർ ടേം അല്ലേ? ഇത് തെറ്റല്ല, ശരിയാണ്. നമ്മൾ ഇൻകറക്റ്റ് വെച്ചിട്ടുള്ളത്, ഇത് കറക്റ്റ് ആണ്, ശരിയാണ്. സബ്ജക്ട് ടേം ഓഫ് ദ കൺക്ലൂഷൻ ഈസ് മൈനർ ടേം. കൺക്ലൂഷനിലെ സബ്ജക്ട് ടേം മൈനർ ടേം ആണ്. ഇതൊക്കെ ഞാൻ UGC ചോദിക്കുക എന്നുള്ളത് ഞാൻ പോലും പ്രതീക്ഷയില്ല കേട്ടോ. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി ദ മിഡിൽ ടേം മസ്റ്റ് ഒക്കർ ഓൺലി വൺസ് ഇൻ ദ പ്രമിസ്. കണ്ട, മിഡിൽ ടേം പ്രമിസിൽ ഒരു പ്രമിസിൽ ഒരു വട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രമിസിൽ എന്താണ്? ട്വൈസ്. ഒന്നാമത്തെ പ്രമിസിലും വേണം, രണ്ടാമത്തെ പ്രമിസിലും വേണം. മിഡിൽ ടേം ഒരു പ്രമിസിൽ മാത്രം പോരാ, രണ്ട് പ്രമിസിലും വേണം. അപ്പൊ അതെന്താണ്? ഇൻകറക്റ്റ് ആണ്. ഡി എന്താണ്? The middle term must be distributed at least once in the conclusion. മിഡിൽ ടേം എന്തായിരിക്കണം? കൺക്ലൂഷനിൽ ഒരു വട്ടെങ്കിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം. ഡിസ്ട്രിബ്യൂട്ടഡ് ആവാന്നുള്ള നമ്മൾ അതിന്റെ ചോദ്യം വരുമ്പോൾ പഠിക്കാം. ഒക്കെ കൂടി പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ചോദ്യം വരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് പറഞ്ഞത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടറിന് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തോ നോക്കിയാൽ മിഡിൽ ടേം കൺക്ലൂഷൻ ഇത് തമ്മിൽ എന്തില്ല, ഒരു ക്ലിക്കില്ല. കാരണം മിഡിൽ ടേം കൺക്ലൂഷനിൽ വരില്ല. മിഡിൽ ടേം തന്നെ കൺക്ലൂഷനിൽ വരുമോ? ഇല്ല. അപ്പോഴല്ലേ ഡിസ്ട്രിബ്യൂട്ടർ ആവാതിരിക്കാതൊക്കെ നോക്കേണ്ടി വരുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാതെ തെറ്റാണെന്ന്. അപ്പൊ സിയും ഡിയും തെറ്റാണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുള്ളത്, ആർഗ്യുമെന്റിന്റെ നിയമങ്ങളെ ചോദിച്ചിട്ടുള്ളത്. അതാണ് സിയും ഡിയും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പൊ നമുക്ക് ഇന്നത്തോടെ നിർത്തിയാൽ നമുക്ക് 8:47 8:50 എനിക്കാണെങ്കിൽ കുറേ പരിപാടി ഉണ്ട്. അടുത്ത ക്ലാസ്സിന് കാണാം. ഓക്കെ അല്ലേ? സാറ് നല്ല ക്ലാസ്, നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നു. താങ്ക് യു. മനസ്സിലായി എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഇനി മനസ്സിലാവാതെ ഏതെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിന് മീറ്റ് ചെയ്യാം. അപ്പൊ നിർത്തുകയാണ്. ഇൻഷാല്ലാ നിർത്തിട്ടോ. താങ്ക് യു ആൾ. പറഞ്ഞു ഞാൻ പ്രെഡിക്കേറ്റ് ടേം എന്തായിരുന്നു? പ്രെഡിക്കേറ്റിന്റെ മേജർ ടേം, മേജർ. സബ്ജക്റ്റിന്റേത് മൈനർ ടേം കേട്ടോ. ഓക്കെ. ഓക്കെ. താങ്ക് യു.